ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 3 പാർട്ട് 2 ആണ്. അപ്പൊ പാർട്ട് 1 നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക. അപ്പൊ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടും. ഇപ്പൊ സാർ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, അതായത് അവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് ഡി ബ്രോളി പറഞ്ഞതുപോലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ അല്ല, അതൊരു വേവ് കൂടിയാണ്. രണ്ട് സ്വഭാവമാണ് ഇലക്ട്രോൺ ഉള്ളത്, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. ഓക്കെ, അപ്പോ അതുവരെ നമ്മുടെ നീൽസ് ബോറിന്റെ അറ്റോമിക് മോഡലിലെ ഇലക്ട്രോൺ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇനിയിപ്പോ അങ്ങനെയല്ല കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു വേവ് ആണ്, ഒരു വേവ് പോലെയാണ് എന്നാണ് നമ്മള് ഡി ബ്രോളി പറഞ്ഞത്. അപ്പൊ ഡി ബ്രോളിയുടെ ഈ ഒരു കണ്ടുപിടുത്തവും അതുപോലെ നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും എന്താണ് ഒരു വേവ് നാച്ചുറൽ, പക്ഷെ നമ്മൾ കുറച്ചുകൂടി മാസം കൂടുതലായതുകൊണ്ട് അത് അറിയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ ഹിൻസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടി ആയതോടുകൂടി നീൽസ് ബോറിന്റെ അറ്റോമിക് മോഡൽ നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അദ്ദേഹം കണ്ടുപിടിച്ച എനർജി ലെവലും ആ റേഡിയസും അതൊക്കെ നമ്മൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ് മറ്റുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് അത്, അല്ലെങ്കിൽ എന്താണത് എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നായിട്ട് ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചു, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു വേവ് ആയതുകൊണ്ട് അത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് വേവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ഒരു പുകയുടെ ഉള്ളിൽ അടപ്പെട്ട പുക നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലെ, അതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഈ പറയുന്ന ഇലക്ട്രോൺ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഇലക്ട്രോൺ ഡെൻസിറ്റി അഥവാ ഓർബിറ്റൽ. എന്താണ് ഓർബിറ്റൽ? പക്ഷെ നമ്മൾ നീൽസ് ബോറിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ കറങ്ങുന്ന ആ ഒരു വഴിയെയാണ് അദ്ദേഹം ഓർബിറ്റ് എന്ന് വിളിച്ചത്. എന്താണ് ഓർബിറ്റ്? ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു പാത്ത് ഉണ്ടാവില്ലേ, അതുപോലെ. എന്നാൽ ഓർബിറ്റ് അല്ല ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൌണ്ട് ദ റീജിയൻ ഓഫ് ദി ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ നിങ്ങൾക്ക് എവിടെ നോക്കിയാലാണോ കാണപ്പെടാൻ സാധിക്കുന്നത് അത്രയും സ്ഥലത്തിനെ നമ്മൾ എന്ത് വിളിച്ചു അറ്റോമിക് ഓർബിറ്റൽ എന്ന് വിളിച്ചു. മനസ്സിലായോ? അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഫസ്റ്റ് കാണുന്ന ഒരു അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു പന്ത് പോലെയാണ്, ആ പന്തിന്റെ നടുവിലാണ് ന്യൂക്ലിയസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ബലൂൺ നിങ്ങൾ വീർപ്പിച്ചിരിക്കുന്നു, അതിന്റെ നടുവിലാണെന്ത് ന്യൂക്ലിയസ്. നമ്മൾ അതിന് വിട്ട പേരെന്താണ്, എസ് ഓർബിറ്റൽ. ആ ഓർബിറ്റൽ ഒരു പേര് കൊടുത്തു. അങ്ങനെ കാണുന്നതിന് എന്ത് വിളിച്ചു, എസ് ഓർബിറ്റൽ എന്ന് വിളിച്ചു. അതിന്റെ പ്രോബബിലിറ്റി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും പ്രോബബിലിറ്റി എന്താണ്, സെയിം ആണ്. എല്ലാ ഡയറക്ഷൻ ഇവിടെ നോക്കിയാലൊക്കെ എന്താണ്, സെയിം ആണ്. ഇതിന്റെ പേര് സ്പിയറിക്കൽ ഷേപ്പ്. ഈ ഷേപ്പിന്റെ പേരെന്താണ്, സ്പിയറിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു സ്പിയറിന്റെ പോലെയാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് നമ്മൾ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇപ്പൊ ഏതൊരു ആറ്റം എടുത്താലും അതിന്റെ ഫസ്റ്റ് 2 ഇലക്ട്രോൺ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ഒരു ബോൾ പോലെയാണ് ആ 2 ഇലക്ട്രോൺ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺ ഇവിടെയുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇലക്ട്രോൺ എന്താണ്, മൊത്തത്തിലായിട്ട് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ ഇലക്ട്രോണിന്റെ സ്ഥലം നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ വേഗത കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന്റെ വേഗത കാണാൻ ശ്രമിച്ചാൽ അത് അപ്പൊ തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ഹൈൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിന്റെ സ്ഥാനവും അതിന്റെ വേഗതയും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഹൈൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്ഥാപിച്ചു. അപ്പൊ ഉറപ്പിച്ചു എന്താണ്, ഇലക്ട്രോൺ ഇങ്ങനെ ഒരു പന്ത് പോലെ കറങ്ങുകയേ അല്ല. മനസ്സിലായോ? പിന്നെ എവിടെയാണ് ഇലക്ട്രോണിനെ കാണപ്പെടുക, ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം. അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് പ്രോബബിലിറ്റി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ടായി. ജസ്റ്റ് ഒന്നുകൂടി അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് മാറ്റിയാണ് സാർ കേട്ടാ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അവസാനിപ്പിച്ചത് ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിൽ നമ്മളൊരു കൊച്ചിനെ കളിക്കാൻ ഇരുത്തിയിട്ട് നമ്മൾ പോയി. അപ്പൊ അവിടെ CCTV ക്യാമറ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് സോഫയൊക്കെ ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ഓർക്കണമെന്നുണ്ടോ? ഇല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കുട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 10 മണിയായപ്പോ ഇവിടെ ഇരുന്നു, 11 മണിയായപ്പോ ഇവിടെ ഇരുന്നു,
12 മണിയായപ്പോൾ ഇവിടെ ഇരുന്ന് കളിച്ചു, പിന്നെ ഇവിടെ ഇരുന്നു. അങ്ങനെ ഓരോ ടൈമിൽ പല പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ ഡാറ്റ. അടുത്ത ദിവസവും നമ്മൾ നോക്കി. അങ്ങനെ കുറെ ദിവസത്തെ ഡാറ്റകൾ നിങ്ങൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് ഇങ്ങനെ ഇട്ട് ഓരോ മണിക്കൂറിലും കുട്ടി എവിടെയാണ് അവിടെ ഡോട്ട് ഇട്ട് വെച്ചു, ഒരു പടം വരച്ചിട്ട്. അങ്ങനെ നിങ്ങൾ ഒരു മാസം നോക്കുമ്പോൾ കുറെ ഡോട്ട് ഇവിടെ, ഇവിടെയൊക്കെ കുറച്ചുള്ളൂ. അപ്പൊ നമ്മൾ ഇതെന്താ മനസ്സിലാക്കുന്നത്? ഇത്രയും ഏരിയയിലാണ് ഭൂരിഭാഗവും സമയവും ഈ കുട്ടി കളിക്കുന്നത്. ഇതാണ് പ്രോബബിലിറ്റി. കിട്ടിയോ? പ്രോബബിലിറ്റി മനസ്സിലായോ? പ്രോബബിലിറ്റി കണ്ടോ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എപ്പോഴും കൊച്ചു ഇവിടെയാണെന്നല്ല, ഭൂരിഭാഗവും സമയം ഇവിടെയാണ്. ചില സമയത്ത് ഇവിടെയാവും, ചില സമയത്ത് ഇവിടെയാവും. അപ്പോ സാറ് പറയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇതാണ് ന്യൂക്ലിയസ്, വളരെ ചെറുതാണ്. ചുറ്റും ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ഭൂരിഭാഗം സമയവും ഇങ്ങനെയാണ് എങ്കിൽ അതിന്റെ പേരാണ് എസ് ഓർബിറ്റൽ. അതിന്റെ അർത്ഥം കറക്റ്റ് ഇത്രയും ഭാഗം വിട്ട് പുറത്തേക്ക് പോകില്ലെന്നല്ല. ചിലപ്പോൾ ചില സമയത്ത് ഇവിടെ ആയിരിക്കും, ചില സമയത്ത് ഇവിടെ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് എ വേവ്. കണ്ടോ? ഇത് വേവ് ആണ്, ഒരു പുക പോലെയാണ്. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അത് എവിടെ വേണമെങ്കിലും വരാം. ഇവിടെ വരാം. പക്ഷെ കൂടുതൽ സമയവും എവിടെയാണുള്ളത്? ഒരു റൗണ്ടിനകത്ത് പോലെയാണ്, ചുറ്റിനും ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അത്രയും സ്പേസിനെ, അത്രയും സാധ്യതയുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? എസ് എന്ന് പേരിട്ട് വിളിച്ചു. ദാറ്റ് ഈസ് എസ് ഓർബിറ്റൽ. ക്ലിയർ? ഓക്കെ. അപ്പോ പരീക്ഷയ്ക്ക് നിങ്ങളോട് എന്താണ് ഓർബിറ്റൽ എന്ന് ചോദിക്കാം. ഓർബിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങള്? മാക്സിമം probability of finding an electron around the region of nucleus is called an orbital. മനസ്സിലായോ? ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. പരമാവധി സാധ്യത. ഒരു ഇലക്ട്രോൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ടാവും, അവിടെ കാണാൻ സാധ്യതയുള്ള മേഖല. ഓക്കെ. അറൌണ്ട് ദ റീജിയൻ ഓഫ് ന്യൂക്ലിയസിന് ചുറ്റും ഈസ് കോൾഡ് ആൻ ഓർബിറ്റൽ. കിട്ടിയല്ലോ? അപ്പൊ ഓർബിറ്റലും ഓർബിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നീൽസ് ബോറിന്റെ തിയറി പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്ന ഒരു സ്പെസിഫിക് പാത്ത് ഉണ്ട്. അതിനെയാണ് നമ്മൾ അദ്ദേഹം വിളിച്ചത് ഓർബിറ്റ് എന്ന് വിളിച്ചത്. കിട്ടിയല്ലോ? അപ്പൊ അദ്ദേഹം ഓർബിറ്റിൽ ഇലക്ട്രോണിന്റെ എണ്ണം പറഞ്ഞു. ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ. പക്ഷേ ഓർബിറ്റൽ എന്ന് പറയുന്നതില് മാക്സിമം 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഏത് ഓർബിറ്റൽ? ഇതൊക്കെ ഓർബിറ്റലാണ്. ഇവിടെ 2 ഇലക്ട്രോൺ അങ്ങനെ വരും. അപ്പൊ ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ പരമാവധി. എന്നാൽ ഓർബിറ്റിന്റെ അകത്ത് അങ്ങനെയല്ല. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കറങ്ങുന്ന സ്പെസിഫിക് പാത്ത് ആണ്. അങ്ങനെയൊന്നുമില്ല. മനസ്സിലായോ? അത് അദ്ദേഹം പറഞ്ഞ മോഡലാണ്. അദ്ദേഹത്തെ ഓർബിറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഓർബിറ്റൽ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? രണ്ടും മാറിപ്പോകരുത്. ഓർബിറ്റിലും 2 ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആദ്യം തന്നെ മൈൻഡിലേക്ക് കയറ്റാം. 2 ഇലക്ട്രോൺ ആണ് ഓർബിറ്റിലുള്ളൂ. 2 എന്ന് പറയുന്നത് 2 പന്ത് എന്ന അർത്ഥത്തിലല്ല, 2 ഇലക്ട്രോണിന്റെ സാന്നിധ്യം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ അത് മനസ്സിലായി. അപ്പോ ഈ അറ്റോമിക് ഓർബിറ്റൽ എന്ന കൺസെപ്റ്റും അതുപോലെ തന്നെ ഹെയ്ൻസൻബർഗ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? ഹെയ്ൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ the exact position and momentum of an electron around the nucleus simultaneously.
സൈമൾട്ടേനിയസ്ലി എന്ന വാക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയണം? ന്യൂക്ലിയസ് അറ്റ് ദി സെയിം ടൈം എഴുതിയാലും മതി. അറ്റ് ദി സെയിം ടൈം എന്ന വാക്കിന് പകരമാണ് സൈമൾട്ടേനിയസ്ലി ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൈൻസൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ, നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ദ എക്സാക്ട് പൊസിഷൻ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മൂവ്മെന്റം ഓഫ് ആൻ ഇലക്ട്രോണിന്റെ മൂവ്മെന്റം എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വെലോസിറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ അത് പഠിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ആക്ച്വലി എന്താണ്? മൂവ്മെന്റം ആണ്. മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന് മാസ് ഉണ്ടല്ലോ, അപ്പൊ മാസും ആ വെലോസിറ്റിയും കൂടി കുടിക്കുന്നത്, അതിന്റെ വേഗത കൂടി കുടിക്കുന്നതാണ് മൊമെന്റം. അപ്പൊ മൊമെന്റം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോ മൊമെന്റം കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിന്റെ സ്ഥാനം കാണാൻ പറ്റില്ല, എക്സാക്ട് സ്ഥാനം കാണാൻ പറ്റില്ല. സ്ഥാനം കാണാൻ ശ്രമിച്ചാൽ മൊമെന്റം കാണാം. ശരിയല്ലോ? ഓക്കെ, യെസ്. യെസ്. അപ്പോ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എസ് ഓർബിറ്റൽ മനസ്സിലായി, ഓർബിറ്റൽ എന്താണെന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ് വന്നതെന്ന് മനസ്സിലായി. ക്ലിയർ ആണോ? അടുത്ത ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ മഗ്നീഷ്യമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2, 8, 2 ഇതാണ് എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യത്തെ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ സ്പെയറിക്കൽ ഷേപ്പിലുള്ള എസ് ഓർബിറ്റലിലേക്ക് പോയി 2 ഇലക്ട്രോൺ. പിന്നെ ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇത് എവിടെയാണ് പോവുക? ഈ 8 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോണും പിന്നെ ബാക്കി ഒരു 6 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ വീണ്ടും അടുത്ത എസ് ഓർബിറ്റലിലേക്ക് പോയി. ഈ 6 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോണിനെ പറ്റത്തുള്ളൂ. അപ്പൊ 6 എന്ന് പറയുമ്പോൾ 2 + 2 + 2 വേണ്ടേ? അപ്പോ ഇത് ഈ ഓരോ 2 ഇലക്ട്രോണിനും പോവാൻ എന്ത് വേണം? ഓർബിറ്റൽ വേണം. ഇത് പോകുന്ന ഓർബിറ്റലിന്റെ പേരാണ് പി ഓർബിറ്റൽ. മനസ്സിലായോ? അപ്പൊ പി എന്ന് പറയുന്ന ആൾക്ക് 3 എണ്ണം വേണം, എന്നാലല്ലേ ഇവര് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ആ 3 എണ്ണം എഴുതിയിരിക്കുന്നത് കണ്ടോ? അതായത് 2 ബലൂൺ കണക്ക്. ഒരു ബലൂൺ ഇങ്ങനെ കെട്ടി, അടുത്ത ബലൂൺ തിരിച്ച് ഇങ്ങനെ കെട്ടി, ഞാൻ ഈ ബലൂൺ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, കണ്ടോ? ഈ ബലൂൺ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് എന്ത് ആക്സിസ് ആണ്? നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാർ അവിടെ വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല. ഈ ആക്സിസിനെ സാറ് ഇസഡ് എന്നും ഈ ആക്സിസിനെ സാറ് എക്സ് എന്നും അതിനെ ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത് എന്താണ്? വൈ എന്നുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത്, അതായത് എക്സ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ? എക്സ് ഇങ്ങനെ, വൈ ഇങ്ങനെ, ശരിയല്ലേ? നിങ്ങൾ പഠിച്ചേക്കുന്നത് എക്സ് ഇങ്ങനെയാണല്ലോ സാർ, വൈ ഇങ്ങനെയാണല്ലോ സാർ. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? ഈ എക്സ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ആര്? വൈ പ്ലെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ, ഈ ബോർഡിന്റെ ഇത് വൈ, ഇത് എക്സ്. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആണിത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന തറ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂം, അതിന് മീതെ കൂടെ ഇങ്ങനെ എന്താണ്? ഈ മതിൽ, ഇത് തറ, ഇത് മതിൽ. അപ്പോ ഈ തറ ഒരു പ്ലെയിൻ ആണ്, കണ്ടോ? ഒരു പ്ലെയിൻ. ഓക്കെ, അതുപോലെ ഒരു പ്ലെയിൻ ആണ് ഇത് ഈ മതിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതുപോലെ ഇവിടെ ഒരു മതിലില്ലേ, അത് ഇസെറ്റ്, ഇതെന്താണ്? വൈ, ഇതെന്താണ്? എക്സ്. അങ്ങനെയാണ് 3D വരുന്നത്. കിട്ടിയോ? അപ്പോ എക്സും വൈയും തമ്മിൽ ഒരു പ്ലെയിൻ വേണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ. അപ്പൊ ഇത് തറയാണെന്ന് വിചാരിക്കും. കണ്ടോ? ഇതൊരു തറ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന തറ. അപ്പോ ഈ തറയിൽ ഇങ്ങനെ എന്താണ്? മുകളിലേക്ക് എന്താണ്? മതിലുണ്ടാവും അല്ലെ? അത് ഇസെറ്റ്. കിട്ടിയോ? ഇത് ഇസെറ്റ്. അപ്പൊ ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസെറ്റ്. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ നിങ്ങൾ ഈ ബലൂൺ എടുത്ത് തറയിലിട്ടു. തറയിൽ ബലൂൺ ഇങ്ങനെ കിടക്കുകയാണ്. ദിസ് ഈസ് എക്സ്. അപ്പൊ പി ഓർബിറ്റിൽ സാറ് പറഞ്ഞു ഈ സെക്കൻഡ് ഓർബിറ്റിൽ, അതായത് ഇവിടെ 2 എണ്ണം എസിലേക്ക് പോയി, ബാക്കി 6 എണ്ണം 2 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2 എണ്ണം തന്നെ ഇത് പിയിലേക്കാണ് പോകുന്നത്. അപ്പോ എക്സ് ഡയറക്ഷനിൽ കിടക്കുന്നതിലേക്ക് പോയാൽ പി എക്സ് കിട്ടിയല്ലോ. വൈ ഡയറക്ഷനിൽ കിടക്കുന്നത് പോയാൽ പി വൈ, ഇസഡ് ഡയറക്ഷനിൽ പി ഇസഡ്. അപ്പൊ പി എന്ന് പറയുന്നത് മക്കളെ 3 ഓർബിറ്റിൽ കാണും, 3 ഓറിയന്റേഷൻ കാണും. പിക്ക് 3 ഓറിയന്റേഷൻ, അതായത് താഴെ ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ, അതെവിടെയാണ് കിടക്കുന്നത്? എക്സ് പ്ലെയിനിലാണ്, പി എക്സ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഈ ഒരു സാധനം കണ്ടോ? ഇത് തറയിലിട്ടു, എക്സ് പ്ലെയിൻ നിവർത്തി വെച്ചു, അപ്പൊ ഈ മതിലിലോട്ട് ചേർന്നു. മനസ്സിലായോ? ക്ലിയർ? യെസ്. അപ്പൊ അതെന്താണ്? അത് ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? വൈ പ്ലെയിൻ. പിന്നെന്താണ്? ഈ മതിലിലോട്ട് ചേർത്ത് വെച്ചു, അപ്പൊ അതെന്താണ്? ഇസെറ്റ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വെച്ചു, ഓക്കെ, ഇങ്ങനെ നേരെ വെച്ചു, ഇങ്ങനെ വെച്ചു. കണ്ടോ? 3 രീതി കണ്ടോ?
നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോ വരയ്ക്കുന്നത് 3D അല്ല 2D-യിലാണ്. അപ്പൊ നമ്മൾ 3 ഡയറക്ഷൻ എക്സ് വൈ ഇസെഡ്. എക്സിലാണ് കിടക്കണമെങ്കിൽ ദിസ് ഈസ് പി എക്സ് പി എക്സ് പി എക്സ് കണ്ടോ, പി താഴെ എക്സ് ചെയ്ത് കണ്ടോ സാർ, എസ്. ദെൻ വൈയിലാണ് കിടക്കണതെങ്കിൽ അതെന്താണ് പി വൈ. ഓക്കെ, ദെൻ ഇസെഡ് കിടക്കണമെങ്കിൽ പി ഇസെഡ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമല്ല, ഇവിടെയൊന്നും ഇലക്ട്രോൺ ഇല്ല. കണ്ടോ, ഏത് സമയവും നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെയുള്ള സ്ഥലത്ത് കാണപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കണ്ടോ, ഇങ്ങനെ കണ്ടാൽ അതെന്താണ് പി ഡംബൽ ഷേപ്പ്. നമ്മൾ ഡംബൽ കണ്ടാ ആ ഷേപ്പിലാണ് ഈ സാധനം കിടക്കുന്നത്. കണ്ടോ, വൈ ആക്സിസിലും കാണാൻ പറ്റും, ഓക്കെ, ഇസെഡ് ആക്സിസിലും കാണാൻ പറ്റും. ക്ലിയർ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2 ഇലക്ട്രോൺ എവിടെയായിരിക്കും പോവാ? ഈ 2 ഇലക്ട്രോൺ ആദ്യം ഇവിടെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എസ് ഓർബിറ്റിലായിരിക്കും. കണ്ടോ, അതിനുശേഷം വരുന്ന ഇതിനകത്താണ് എന്ത് പോണത്, ബാക്കിയുള്ള 2 ഇലക്ട്രോൺ. അപ്പൊ ഇതിനകത്ത് 2 ഇലക്ട്രോൺ പോവും, ഇതിനകത്ത് 2 ഇലക്ട്രോൺ പോവും, ഇതിനകത്ത് 2 ഇലക്ട്രോൺ. 2 + 2 + 2 6 ഇലക്ട്രോൺ. അപ്പൊ 6 ഇലക്ട്രോൺ അങ്ങനെ പോയി, 2 ഇലക്ട്രോൺ എസിലേക്ക് പോയി, 6 × 2 8 ഇലക്ട്രോൺ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഇനി ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ, 6 ഇലക്ട്രോൺ അടുത്ത എസിലേക്ക് പോകും. എസ് കുറച്ചൊക്കെ കൂടി വലുതായിരിക്കും അല്ലെ. അപ്പൊ ഈ എസ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും, അതിനേക്കാളും വലുതായിരിക്കും എന്ത്, ഈ എസ് എന്ന് പറയുന്നത് അതിനേക്കാളും വലുതായിരിക്കും എന്ത്, ഈ അവസാനത്തെ 2 ഇലക്ട്രോൺ പോകുന്ന എസ് എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടിയോ? അപ്പോഴാണ് നമുക്ക് അടുത്തൊരു പ്രശ്നം വരുന്നത്. നമുക്ക് വേറൊരാളെ കൂടി എഴുതി നോക്കാം. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് കോപ്പർ, നിങ്ങൾ സാധാരണ കൺട്രോൾ സാധനമാണ് കോപ്പർ, ചെമ്പ്. അറ്റോമിക് നമ്പർ 29 ആണ്. അറ്റോമിക് നമ്പർ 29. അപ്പൊ കോപ്പറിന് നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോൺ, 8 ഇലക്ട്രോൺ അല്ലെ. വീണ്ടും എന്താണ് 2 8 10 18 ഇലക്ട്രോൺ അല്ലെ. ഇപ്പൊ എത്രയായി? 18 × 20 28 പിന്നെ ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഇതാണ് എന്റെ സിറ്റുവേഷൻ. ഇപ്പൊ സാറ് പറഞ്ഞ സിറ്റുവേഷൻ അനുസരിച്ച് ആദ്യത്തെ 2 ഇലക്ട്രോൺ എസിലേക്ക് പോയി. ഈ 8 ഇലക്ട്രോണിന് നമുക്ക് 2 ഇലക്ട്രോൺ + 6 ഇലക്ട്രോൺ. കണ്ടോ, ഇതെങ്ങോട്ട് പോയി? വീണ്ടും എസിലേക്ക് പോയി. എസ് എസ്. ഇതെന്താണ് പിയിലേക്ക്, പി എക്സ് പി വൈ പി എസ്. ഇത്രയും കാര്യം മനസ്സിലായി. ഇവിടെ 18 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വരുമ്പോ വീണ്ടും ഇതിനകത്ത് എസ് ഉണ്ട്. എസിലേക്ക് 2 ഇലക്ട്രോൺ പോയി, പൊക്കോട്ടെ, എസ് ഇലക്ട്രോൺ. പിന്നെ +6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോണിൽ പി എക്സ് പി വൈ പി സെഡ്. ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ ആയി. അപ്പൊ 18-നെ 2 + 6 + 10. ഈ 10 ഇലക്ട്രോൺ അങ്ങോട്ട് പോയി. സാർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ 2 ഇലക്ട്രോൺ എസ് സി പോയി. ക്ലിയർ? ഈ 8 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 + 6. 2 ഇലക്ട്രോൺ അങ്ങോട്ട് പോയി, ഫസ്റ്റ് എസ് സി പോയി. ബാക്കി 6 ഇലക്ട്രോൺ ഇതുപോലെ 2 പോയി, 2 പോയി, 2 പോയി. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത ലെവലിലേക്ക് പോയി. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. എം ഷെല്ലിലേക്ക് വരുമ്പോൾ 18 ഇലക്ട്രോൺ ആണ്. ഈ 18 ഇലക്ട്രോൺ എങ്ങനെ പോകണം? 2 എസ് സി പോയി. ഓക്കെ, ബാക്കി 6 എങ്ങോട്ട് പോയി? പി എക്സ് പി വൈ പി എസ്. പിന്നെ 10 ഉണ്ടെന്നേ. ഈ 10 എന്ത് ചെയ്യും? നമുക്കറിയാം ഒരു ഓർബിറ്റിൽ എത്ര ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ 10 2 വെച്ച് പോണെങ്കിൽ എത്ര എണ്ണം പോണം? 1 2 3 4 5 അല്ലെ. 1 2 3 4 5. 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ അല്ലെ. ശരിയല്ലേ? അപ്പൊ അല്ലേ 2 + 2 + 2 10 ആവുള്ളൂ. വേണ്ടേ? അപ്പോ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് മൊത്തം പോകുന്നത് എങ്ങോട്ടായിരിക്കണം? ഡി എന്ന് പറയുന്ന ഓർബിറ്റിലായിരിക്കണം. എന്താണ് ഓർബിറ്റിന്റെ പേര്? ഡി. അപ്പൊ ഡി എന്ന ഓർബിറ്റിന് എത്ര ഷേപ്പ് ഉണ്ടാവണം? ഇവിടെ എത്ര ഷേപ്പ് ഉണ്ട്? എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 3 എക്സ് എക്സ് വൈ ഇസെഡ് അല്ലെ. ഡിനോ 5 വേണം മക്കളെ, 5. അപ്പൊ അതെങ്ങനെ ഇരിക്കുന്നത്? മാച്ചിട്ട് വരയ്ക്കും. വെയിറ്റ്. അപ്പൊ മക്കളെ നമ്മൾ കണ്ടു എന്താണ്, കോപ്പറില് ആദ്യത്തെ 2 ഇലക്ട്രോൺ എസിലേക്ക് പോയി, പ്ലസ് അടുത്ത ഷെല്ലിൽ വരുന്ന 8 ഇലക്ട്രോണിൽ 2 എസിലേക്ക് പോയി, 6 പിയിലേക്ക് പോയി. 2 + 2 + 2. അടുത്ത് വരുന്നത് 18 ഇലക്ട്രോൺ ആണ്. 18 ഇലക്ട്രോണിൽ 2 എസിലേക്ക് പോയി, 6 പിയിലേക്ക് പോയി. പിന്നെ ഒരു 10 ഉണ്ട്. അത് എന്തിലേക്ക് പോകണം? ഡി. ഡി കണ്ടോ? അപ്പൊ ഈ ഒരു എനർജി ലെവലിൽ തന്നെ 18 പേരുണ്ട്. അപ്പൊ 10 എങ്ങോട്ട് പോകണം? നമുക്ക് ഈ പറയുന്ന ഡി ഓർബിറ്റിലേക്ക് പോകണം. അപ്പൊ ഡി ഓർബിറ്റിൽ 10 പോകണമെങ്കിൽ 2 വെച്ച് 5 ഡി ഓർബിറ്റിൽ കാണും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 5ന്റെ സ്പേഷ്യൽ സ്പേസ് ആണ് സാർ ഇവിടെ വരച്ചിരിക്കുന്നത്. അതിന്റെ ഫിഗർ ആണ്, ഓറിയന്റേഷൻ ആണ്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം
3D ആണ്, നമുക്ക് ഈ പ്ലെയിനിൽ വരയ്ക്കാൻ കഴിയില്ല. അടുത്ത എഫ് ഓർബിറ്റലാണ്, അത് നമുക്ക് ഒട്ടും വരയ്ക്കാൻ കഴിയില്ല. മനസ്സിലായോ? എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് എക്സ്, ഇത് വൈ, ഇസെഡ്. ഇവിടെ കിടക്കണതുണ്ടോ ഈ വൈയുടെ ഇടയിൽ, കണ്ടോ? വൈയുടെയും എക്സിന്റെ ഇടയിൽ ഇങ്ങനെ. അപ്പോ ഒരു ഡംബില്, രണ്ട് ഡംബില്, ഡബിൾ ഡംബിൾ ഷേപ്പ് ആണ്. ഇതിന്റെ ഷേപ്പിന്റെ പേരെന്താണ്? ഡബിൾ ഡംബിൾ. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് ഇസെഡ് എക്സ്, ഡി ഇസെഡ് എക്സ് എന്നാണ് ഇതിന്റെ പേര്. അടുത്ത് വരുമ്പോൾ ഡി എക്സ് വൈ. അത് കിടക്കുന്നത് നോക്കിയൊന്ന് വൈ വരെയാണ്, അത് ഈ ആക്സിസിൽ കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇതുപോലെ അല്ല ഇത് കിടക്കുന്നത്. ഓക്കെ, നേരത്തെ ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഇതുമ്മയാണ്, ഈ ഗ്യാപ്പിലാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയാണ്. ഓക്കെ, അടുത്തത് ഇവിടെ നിങ്ങൾ തിരിയും, അടുത്ത ഗ്യാപ്പിലേക്ക് വരും. കണ്ടോ? അപ്പൊ ഇത് മൂന്നും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആദ്യം ഈ ഗ്യാപ്പില്, പിന്നെ ഈ വരയില്, പിന്നെ ഈ ഗ്യാപ്പില്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിന്റെ പേര് വരുന്നത് ഡി വൈ ഇസെഡ് എന്നാണ്. ഇസെഡിന്റെ വൈയുടെ ഇടയിൽ വരുമ്പോൾ ഡി വൈ ഇസെഡ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ മൂന്നെണ്ണം, ഡി ഇസെഡ് എക്സ്, ഡി എക്സ് വൈ, ഡി വൈ ഇസെഡ്. ക്ലിയർ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ടാൽ മാത്രം മതി, വേറെ നിങ്ങൾ വരച്ചൊന്നും പഠിക്കണ്ട. അടുത്തതിലേക്ക് വരുമ്പോ കണ്ടോ, ഒന്ന് വൈയിലും പിന്നെ ഒന്ന് എക്സിലും ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്ര ഉണ്ടെങ്കിലും ഇതിനകത്ത് 2 ഇലക്ട്രോണിനെ ഉള്ളൂ. ഇത്രയും സ്ഥലങ്ങളിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, ഇതിന്റെ പേര് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അടുത്ത് വരുന്ന നല്ല രസമാണ് കാണാൻ അല്ലെ? ഇങ്ങനെ, പിന്നെ എന്താണ് ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ പേര് ഡി ഇസെഡ് സ്ക്വയർ. അപ്പൊ ഇസെഡിൽ തന്നെ വരക്കണം, ശ്രദ്ധിക്കണം. ഡി ഇസെഡ് സ്ക്വയർ. അങ്ങനെ 5 ഓർബിറ്റിൽ, എന്താണ് ഓർബിറ്റിൽ? ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബബിലിറ്റി മേഖല, സാധ്യതയുള്ള കുറച്ച് സ്ഥലം. അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, മൊത്തം 2 പ്ലസ് 2 പ്ലസ് 2 6 പ്ലസ് 2 8 പ്ലസ് 2 10 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് ഡി ഓർബിറ്റലിനുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ എത്ര ഓറിയന്റേഷൻ ഉണ്ട്? ഓറിയന്റേഷൻ എന്ന വാക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 തരത്തിൽ അതെന്താണ് ഓറിയന്റ് ചെയ്യുന്നത്. 5 തരത്തിൽ. 3 എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്ന് എക്സ്, വൈ, ഇസെഡ്. ക്ലിയർ ആണല്ലോ? എക്സ്, വൈ, ഇസെഡ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ 5 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 7 എണ്ണം വരുന്നതാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോ എഫ് എന്ന് പറയുന്ന ഓർബിറ്റിൽ 7 ഓറിയന്റേഷൻ ഉണ്ട് എന്ന് പറയുമ്പോ 7 എന്ന് പറയുന്നത് ഒരു നമ്പർ ആണല്ലോ. ഇവിടെ ഡി ഓർബിറ്റലിന് 5 ഓറിയന്റേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്നതും ഒരു നമ്പർ ആണല്ലോ. ഈ നമ്പർ കോണ്ടന്റ് നമ്പറാണ്. മനസ്സിലായോ? ഈ കോണ്ടന്റ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഓർബിറ്റലിലും എത്ര ഷേപ്പ് ഉണ്ട്, എത്ര ഓറിയന്റേഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളുടെ ഇതേപോലെ ഈ ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ, എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഷ്രോഡിംഗറും ഈ ഹൈസൻബർഗും കൂടി എന്താണ്, രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഷ്രോഡിംഗർ മാത്തമാറ്റിക്കലി ഇത് സോൾവ് ചെയ്തു. അദ്ദേഹത്തിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് കണ്ടാൽ ഞെട്ടും, പക്ഷെ പഠിക്കേണ്ടതില്ല. ഓക്കെ, ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് അദ്ദേഹം 3 കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ടാക്കി. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ്. ഇറ്റ് ഈസ് എന്താണ്, ആരുടെ സംഭാവനയാണ്? നീൽസ് ബോർ ആണ്. ഓക്കെ, അത് സോൾവ് ചെയ്തു അദ്ദേഹം. രണ്ടാമത്തത് എന്താണ്? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. മൂന്നാമത്തത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. ഇതാണ് മെയിൻ ആയിട്ട് ഓർബിറ്റലിനെ കുറിച്ച് അറിയുന്നത്. എന്നാൽ അതിനകത്തുള്ള ഇലക്ട്രോണിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യണം, അതിന്റെ സ്പിൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4മതൊരു കോണ്ടന്റ് നമ്പർ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് spin quantum number. So first one is principal quantum number. Second one is azimuthal quantum number. Third one is magnetic quantum number. Fourth one is spin quantum number. അപ്പോൾ ഈ 4 ക്വാണ്ടം നമ്പറും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. +1 നിങ്ങൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ആണ്. ഇത് പറയാൻ വേണ്ടി ഒരു വീഡിയോ മൊത്തം എടുക്കേണ്ട വന്നു സാറിന്, പാർട്ട് 1. കാരണം എന്നാലും ഇതിനകത്തേക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലാതെ ചാടിക്കേറി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, ദെൻ പോയിട്ട് പാർട്ട് 1 കാണാം, എന്നിട്ട് വന്ന് കാണാം. അപ്പൊ കുറച്ചും കൂടി ഒരു ഇന്റൻസീവ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നേരം എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ മറ്റേ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ കോണ്ടന്റ് നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് ഇപ്പൊ സാറ് നിങ്ങളോട് ചോദിക്കണേ ഡിയിൽ എത്ര ഇലക്ട്രോൺ? 10 ഇലക്ട്രോൺ നിങ്ങൾ പറയും. അത് എവിടേക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് പറയുമ്പോൾ 5 എണ്ണത്തിലാണെന്നുള്ള 5 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ?
എത്ര ഓറിയന്റേഷൻ കിട്ടി? 5 ഉണ്ട് സാർ. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ആ ഓറിയന്റേഷന്റെ എത്രയാണ്? അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് കോണ്ടന്റ് നമ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോഴേ കിട്ടും. അപ്പോ ഇങ്ങനെ ഇലക്ട്രോൺ എങ്ങനെയാണ് ആറ്റത്തിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് 4 കോണ്ടന്റ് നമ്പേഴ്സിന്റെ ആവശ്യമുണ്ട്. ആ കോണ്ടന്റ് നമ്പേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഓർബിറ്റൽ എന്താണെന്ന് പഠിച്ചു, ഹെൻസിബർഗ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു, ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ, എന്താണ് മാറ്റർ ബിഹേവ്സ് ലൈക്ക് പാർട്ടിക്കിൾ ആൻഡ് വേവ്, ബോത്ത് നാച്ചർ. ഇതിനെയാണ് നമ്മൾ ഡ്യുവൽ നാച്ചർ എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? ഡി ബ്രോഗ്ലി. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ളൂ. ഇനി നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടന്റ് നമ്പേഴ്സിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ക്ലിയർ? സോ ഫസ്റ്റ് കോണ്ടന്റ് നമ്പർ ഈസ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. അപ്പൊ മക്കളെ ഷോർഡിംഗിന്റെ വേവ് ഇക്വേഷൻ ഒന്നും സാർ ഇവിടെ എഴുതുന്നില്ല തൽക്കാലം. അത് കുറച്ചും കൂടി ഹയർ ലെവലാണ്. പ്ലസ് 1ലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലൊക്കെ ഈ ഷേപ്പ് വരുന്നത്. അതിന്റെ ഇടയ്ക്ക് നോഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോഡ് എന്താണെന്നുള്ളത് കേട്ടോ. അതൊന്നും സാറോട് ഡിസ്കസ് ചെയ്യുന്നില്ല. നേരിട്ട് നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സിലേക്ക് പോവുകയാണ്. നമുക്ക് കോണ്ടന്റ് നമ്പേഴ്സ് മാത്രം മതി 10ാം ക്ലാസ് ലെവലിൽ. ഓക്കെ. അപ്പൊ ആദ്യത്തെ കോണ്ടന്റ് നമ്പർ ആണ് പ്രിൻസിപ്പിൾ കോണ്ടന്റ് നമ്പർ. അപ്പൊ ഈ മോഡലിന്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ലാസ്റ്റ് സാറ് പറയുന്നുണ്ട്. ഇപ്പോ ക്വാണ്ടം നമ്പേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. ഒന്നുമില്ല, ഒരു ന്യൂക്ലിയസിന് ചുറ്റും നീൽസ് ബോർ പറഞ്ഞ പോലെ ഫസ്റ്റ് ഷെല്ല് ഉണ്ട് കെ. അതിനകത്ത് എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺ. കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലാണ്. അപ്പൊ ഫസ്റ്റ് 1 n=1. n എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ്, ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഫസ്റ്റ് ഷെൽ n=1, സെക്കൻഡ് ഷെൽ n=2, തേർഡ് ഷെൽ n=3. അങ്ങനെ 1, 2, 3. വളരെ ഈസിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ 1 ആണെങ്കിൽ എന്റെ പേര് കെ, 2 ആണെങ്കിൽ എന്റെ പേര് എൽ, 3 ആണെങ്കിൽ എന്റെ പേര് എം. അങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ n. എന്നിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? 1, 2, 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇറ്റ് റെപ്രസെന്റ് ദ ഷെൽ നമ്പർ ഓർ പ്രിൻസിപ്പിൾ എനർജി ലെവൽ. ഇത് ഓരോന്നും ഓരോ എനർജി ലെവലാണ്. അപ്പോ നീൽസ് ബോർ ഇത് കണ്ടുപിടിച്ചപ്പോ അദ്ദേഹം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഈ n വെച്ചിട്ട്. നോക്കി, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് ഇസഡ്. അപ്പൊ ഇസഡ് ഇവിടെ കൊടുക്കുക, താഴെ കൊടുക്കുക, എന്ന് പറഞ്ഞാൽ ഈ നമ്പർ, ഇതിന്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു ഈ ഒരു നമ്പർ വേവ് ലെങ്ത് ആംസ്ട്രോങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയസ് കിട്ടും. അങ്ങനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ന്യൂക്ലിയസിൽ നിന്നും ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ കാണപ്പെടുന്ന ഈ ഫസ്റ്റ് ഷെല്ലിലേക്കുള്ള റേഡിയസ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ ഷോർഡറിംഗിന്റെ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴും സെയിം റേഡിയസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഇക്വേഷൻ സൂപ്പർ ഇക്വേഷൻ ആണ്. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു എങ്കിൽ ദാറ്റ് മീൻസ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ദ റേഡിയസ് ഓഫ് ദ ആറ്റം, ആറ്റത്തിന്റെ സൈസ്. മനസ്സിലായോ? ആറ്റത്തിന്റെ വലിപ്പമാണ് നമ്മൾ ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം n=1 എന്ന് പറഞ്ഞാൽ അത് ഇത്രേ ഉള്ളൂ, 2 എന്ന് പറഞ്ഞാൽ കണ്ട ഇത്തരം വന്നു, 3 എന്ന് പറഞ്ഞാൽ ഇത്രയായി. സോ ദിസ് ഡിനോട്ടഡ് ബൈ ദ സൈസ് ഓഫ് ദ ആറ്റം, സൈസ് ഓഫ് ദി ആറ്റം, ആറ്റത്തിന്റെ സൈസ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ഒരു പോയിന്റ്, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ഒരു ഓർബിറ്റിനകത്ത് ഇലക്ട്രോണിന്റെ എനർജി എത്രയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം, ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു ഓർബിറ്റ് ആണ്. ഇവിടെ ഇലക്ട്രോണിന്റെ എനർജി എന്താണ്? എല്ലിലെ ഇലക്ട്രോണിന്റെ എനർജി എന്താണ്? ഇവിടെ ഇലക്ട്രോണിന്റെ എനർജി എന്താണ്? നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നില്ലേ അവസാനം കിടക്കുന്ന ഇലക്ട്രോണിനാണോ അടുത്ത് കിടക്കുന്ന ഇലക്ട്രോണിനാണോ എനർജി കൂടുതൽ? നമുക്കറിയാലോ, അവസാനം കിടക്കുന്ന ഇലക്ട്രോണാണ് എനർജി കൂടുതൽ. അപ്പൊ ഓരോ ഷെല്ലിലെയും എനർജി ഡിഫറെന്റ് ആണ്. അത് അദ്ദേഹം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഇക്വേഷൻ ഇതാണ്, E=Z², അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. മനസ്സിലായോ? ഈ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ ഇന്റെ ഒരു സംഖ്യ ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഇവിടെയും n ഉപയോഗിച്ചിട്ടില്ലേ, ഇവിടെയും n ഉപയോഗിച്ചിട്ടില്ലേ? അപ്പൊ എനർജി കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുപയോഗിച്ചു? n ഉപയോഗിച്ചു. സോ നമ്പർ എന്താണ്? യു ക്യാൻ ഫൈൻഡ് ദ എന്താണ്? എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറങ്ങുന്ന സ്പെസിഫിക് പാത്ത് അക്കോർഡിംഗ് ടു നീൽസ് ബോർ.
അതിന്റെ എനർജി എത്രയാണെന്ന് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതാണ് ഒരു പോയിന്റ്. ഇനി ഓരോ ഷെല്ലിലും ഉള്ള ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അദ്ദേഹം കണ്ടെത്തി 2n². അപ്പൊ നമുക്ക് ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടെ എന്നിന്റെ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ഷെല്ല് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എഴുതാം. n is equal to 1 2 3. സാർ 3 എഴുതുന്നുള്ളൂ. ഇവിടെ എന്റെ ഷെല്ല് നമുക്ക് k l m. ഇവിടെ നമുക്ക് ഇലക്ട്രോണിന്റെ എണ്ണം സാർ ഇവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. എന്താണ് ഇക്വേഷൻ 2n². അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ 2 into 1² പറയുമ്പോൾ 2 into 1 2. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഫസ്റ്റ് ഷെല്ലില്? 2 ഇലക്ട്രോൺസ്. അടുത്തത് എന്നിന്റെ വില 2 ആണ്. അപ്പൊ 2 into 2². എന്നിന്റെ സ്ഥലത്ത് 2 എന്ന് കൊടുക്കുക. 2 into 4 8 ഇലക്ട്രോൺസ് ആണുള്ളത് സെക്കൻഡ് ഷെല്ലില്. കണ്ടോ? അടുത്തത് 2 into 3² 3 ആണ് എന്നിന്റെ വില 3 ആണ്. അപ്പൊ 2 into 9 18 ഇലക്ട്രോൺ ആണുള്ളത്. മനസ്സിലായോ? അടുത്തത് എന്താണ് വരാം? n. അപ്പൊ അടുത്തത് 4 അല്ലേ വരാം. അപ്പൊ 2 into 4² 2 into 16 32 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എലമെന്റ്സിലെ മാക്സിമം 32 ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ 32 ഇലക്ട്രോൺ ആണ് പരമാവധി വരാൻ സാധ്യത. അതുകൊണ്ടാണ് നിങ്ങൾക്ക് KLMN എന്നൊന്നും അധികം അങ്ങോട്ട് പഠിപ്പിക്കാത്തത്. KLMN ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. KLMN അല്ല എല്ലാ സ്ഥലത്തും കാണാൻ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ KLMN എന്നിൽ വരുമ്പോ തന്നെ 32 ഇലക്ട്രോൺസ് ആയി. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എന്താണ് എലമെന്റ്സിൽ 32 ആണ് മാക്സിമം വരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ല. നമ്മൾ പീരിയോഡിക് ടേബിളിൽ വരുമ്പോൾ നമുക്ക് അത്രയും മതി. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഓർബിറ്റ് ഷെല്ല് ഏതാണെന്ന് ഇപ്പൊ n is equal to 1 എന്ന് പറഞ്ഞാൽ K ഷെല്ല്, n is equal to 2 എന്ന് പറഞ്ഞാൽ L ഷെല്ല്, n is equal to 3 എന്ന് പറഞ്ഞാൽ M ഷെല്ല്, n is equal to 4 എന്ന് പറഞ്ഞാൽ N ഷെൽ. അപ്പൊ ഷെല്ലിന്റെ എണ്ണം ഓർബിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് m. അതായത് n കൂടുന്തോറും എനർജി കൂടുന്നു. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചില്ലേ മഗ്നീഷ്യത്തിൽ ലാസ്റ്റ് ഇലക്ട്രോൺസിന് എനർജി കൂടുതലാണോ കുറവാണോ? ലാസ്റ്റ് ഇലക്ട്രോൺ കിടക്കണ എവിടെയാണ്? 2 8 2 മൂന്നാമത്തെ ഷെല്ലിലാണ്. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിലേക്ക് n കൂടുമ്പോൾ, എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ എനർജിയും കൂടുന്നു. അതാണ് ഈ പോയിന്റിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ n എന്തുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? എനർജിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. when n increases energy increases. ക്ലിയർ ആണോ? The last point is angular momentum can be calculated. ഈ പറയുന്ന നീഡ്സ് ഫോർ ആംഗുലർ മൊമെന്റം കണ്ടുപിടിച്ചു. എന്താണ് ആംഗുലർ മൊമെന്റം? ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയല്ലേ ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോണിന് ഒരു മാസ് ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പോ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാൾക്കുള്ള മൊമെന്റം സാർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മാസ് ഇൻറ്റു വെലോസിറ്റി. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഇക്വേഷൻ n into Planck's constant divided by 2π. അവിടെയും n വരുന്നത് കണ്ടോ? അപ്പൊ ആംഗുലർ മൊമെന്റവും അദ്ദേഹം കണ്ടുപിടിച്ചു. സോ ഇത്രയും കാര്യങ്ങൾ n എന്ന് പറയുന്ന ഈ ഒരു സ്മോൾ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇത്രയൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇത്രയൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കിയാൽ മതി? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നുവെന്നും പ്രിൻസിപ്പിൾ എനർജി ലെവലിനെ സൂചിപ്പിക്കുന്നുവെന്നും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ആ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന നിങ്ങളുടെ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. KLMN, ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 2 3. ഓക്കെ, അതിനകത്ത് കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഇതുപോലെ ചാർജ് ചെയ്തുപോലെ ചെയ്യാം. അപ്പൊ നമുക്കൊരു ടേബിൾ വരച്ചിട്ട് അതുപോലെ ചെയ്യാം. അപ്പൊ ആദ്യം സാർ ഇവിടെ n എന്ന വാല്യൂ കൊടുക്കുകയാണ്. 1 2 3 4. അടുത്തത് ഷെല്ലിന്റെ പേര് എഴുതുകയാണ് സാറ്. ഷെല്ല് KLMN. ഓക്കെ, ഇനി ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എഴുതുകയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ അതിന്റെ ഇക്വേഷൻ പഠിച്ചു നോക്കുക. 2n² എന്ന് പറയുമ്പോൾ ഇതിന് ബേസ് ചെയ്താണ് എനിക്ക് ചെയ്തത്. 2 into 1² 2 into 2² 2 into 4 എത്രയാണ്? 8. അടുത്തത് 2 into 3² 2 into 9 18. അടുത്തത് 2 into 4² 4 ആണ് എന്നെ. സോ 2 into 16 32. ക്ലിയർ? അടുത്തത് വെച്ചാൽ നമ്പർ ഓഫ് ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു
എന്താണ് ആദ്യത്തെ 2 ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞു, എസിലേക്കായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ, എസിലേക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ആദ്യത്തെ 2 ഇലക്ട്രോൺ ഒരാളെ ഉള്ളൂ, എസ് മാത്രമേ ഉള്ളൂ. കണ്ടോ? അതായത് നമ്പർ ഓഫ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 1. ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ ഇത് എന്നാണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽ n സ്ക്വയർ ആയിരിക്കും, n സ്ക്വയർ. ഓക്കെ. അടുത്തത് പറഞ്ഞു നമ്മൾ 2 ഇലക്ട്രോൺ. അടുത്തത് 8 ഇലക്ട്രോൺ. അത് എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2+6 ഓർമ്മയുണ്ടോ? അപ്പൊ ഇത് എസിലേക്ക് പോവും, ഇതെങ്ങനെ പോവും? 6 പി പി പി. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ട്? 1 2 3 4. 4 ഓർബിറ്റൽ ഇല്ലേ? 4 ഓർബിറ്റൽ ഇല്ലേ? 2ന്റെ സ്ക്വയർ ചെയ്താൽ 4 കിട്ടൂലേ? കിട്ടും. അപ്പോ n സ്ക്വയർ 4 ഓർബിറ്റൽ. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ ചെയ്താൽ പോരെ? 3ന്റെ സ്ക്വയർ ചെയ്താൽ പോരെ? 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9. അതെങ്ങനെ സാറ്? 2 8 18. 18 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? ആദ്യത്തെ 2 എസിലേക്ക്, പിന്നെന്താണ് 6 പിയിലേക്ക്, പിന്നെ 10 എന്താണ് ഡിയിലേക്ക്. എസ് ഉണ്ടോ? ഇവിടെ വരുമ്പോ എന്താണ് 3 പി, പിന്നെന്താണ് ഇവിടെ വരുന്നത് 10 ഇവിടെ വരുമ്പോ എന്താണ് 5 ഡി അല്ലെ, 5 ഡി. ഓക്കെ. അപ്പൊ ഇവിടെ 3 പി 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 പി, ഇവിടെ എന്താണ് ഡി 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 ഡി. ഓക്കെ. ഇന്ന് കൂട്ടി നോക്കിയ 1 2 3 4 5 6 7 8 9 9 കണ്ടല്ലോ. അടുത്തത് 4. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആരൊക്കെ വരും? ഇവിടെ എസ് വരും, ഇവിടെ എസും പിയും വരും, ഇവിടെ എസും പിയും ഡിയും വരും, ഇവിടെ വരും എസ് പി ഡി, പിന്നെ എന്ത് വരും? എഫ് വരും. എഫ് സാറ് ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ ഒന്നും വരച്ച് പറഞ്ഞിട്ടില്ല, നമ്മൾ ഇമാജിൻ ചെയ്യാം. എഫില് എന്താണ് 7 വരും. ഓക്കെ. അപ്പോ എസ് പിന്നെന്താണ് പി 3, ഡി 1 2 3 4 5, എഫ് 7. 1 2 3 4 5 6 7. കണ്ടോ? അപ്പൊ ഇത് കൂട്ടി നോക്കിയേ. 2 + 3 + 5 + 7. കൂട്ടി നോക്കിയേ. 7 3 10 15. എന്താണ്? സോറി 2 15 1 16. കണ്ടോ? 1 എസ് 3 പി അപ്പൊ 4 5 ഡി 9 7 എഫ് 16. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ് എന്നിനെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. റെപ്രസെന്റ് ഷെൽ ഓർ എനർജി ലെവൽ. n = 1 ഷെൽ k, n = 2 ഷെൽ l, n = 3 ഷെൽ m, n = 4 ഷെൽ n. സാറെ മനസ്സിലായി, റിപ്പീറ്റ് ചെയ്യണ്ട. മനസ്സിലായത് എനിക്കറിയാം, എല്ലാവർക്കും മനസ്സിലാവില്ല മക്കളെ, അതുകൊണ്ടാണ്. അപ്പോ n = 1 ആണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. 2n². n 1 എന്ന് കൊടുക്കുക, 2 × 1² 2. അടുത്തത് n 2 എന്ന് കൊടുത്താൽ 2 × 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 8. അടുത്തത് n 3 എന്ന് കൊടുത്താൽ 2 × 3² എന്ന് പറഞ്ഞാൽ 2 × 9 18. അടുത്തത് n 4 എന്ന് കൊടുത്താൽ 2 × 4² 2 × 16 32. കിട്ടിയോ? ഇനി ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തെ 2 ഇലക്ട്രോൺ എസിലേക്ക് പോവും, പിന്നത്തെ ഇലക്ട്രോൺസ് എങ്ങനെ പോവും? എസിലേക്കും പിയിലേക്കും പോവും, പിന്നെ എന്തിലേക്ക് പോവും? എസിലേക്കും പിയിലേക്കും ഡിയിലേക്കും പോവും, പിന്നെ എന്തിലേക്ക് പോവും? എസിലേക്കും പിയിലേക്കും ഡിയിലേക്കും എഫിലേക്കും പോവും അല്ലെ? അപ്പോ 2 ഇലക്ട്രോൺ മാത്രമുള്ളെങ്കിൽ അത് എസിലേക്കാണ് പോകുന്നത്. എസിന് സ്ഫിയറിക്കൽ ഷേപ്പ് ആണ്, ഒരു ഓർബിറ്റിലേ ഉള്ളൂ. ആ ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ കൊള്ളൂ. അപ്പൊ ഓർബിറ്റിന്റെ എണ്ണം 1. അടുത്തത് വരുന്നത് സെക്കൻഡ് ഷെല്ലിലേക്ക് വരുമ്പോ 8 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മക്കളെ 2 ഇലക്ട്രോൺ എസിലേക്കും പിന്നെ 6 ഇലക്ട്രോൺ പിയിലേക്കും പോകണം. മനസ്സിലായോ? അപ്പൊ എസ് 1, പി എത്രണ്ണമാണ്? 3. അപ്പൊ ഇത് 2 കൂടി കൂട്ടുമ്പോ 4. കണ്ടോ? അടുത്തത് 18 ഇലക്ട്രോൺ ആണ്. ആദ്യത്തെ 2 ഇലക്ട്രോൺ എസിലേക്ക് പോകണം, പിന്നത്തെ 6 ഇലക്ട്രോൺ പിയിലേക്ക് പോകണം, പിന്നത്തെ 10 ഇലക്ട്രോൺ ഡിയിലേക്ക് പോകണം. അപ്പൊ ഇവിടെ എസ്, ഇവിടെ എന്താണ് 3 പി, ഇവിടെ 5 ടി. അപ്പൊ 5 3 8 1 9. 9 വരും. ഈ 9 എങ്ങനെ കണക്കാക്കും? ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി, 3ന്റെ സ്ക്വയർ. അതാണ് നമ്മുടെ മോഡൽ എഴുതി വെച്ചിരിക്കുന്നത്, n². അടുത്തത് 4ന്റെ സ്ക്വയർ 16 ഇവിടെ വരും. 16 എങ്ങനെയാണ്? 32 എങ്ങനെ സ്പ്ലിറ്റ് ആവണം? 2 ഇലക്ട്രോൺ എന്താണ് എസിലേക്ക് പോവും, 6 ഇലക്ട്രോൺ എന്താണ് പിയിലേക്ക് പോവും, 10 ഇലക്ട്രോൺ എങ്ങനെ പോവും? ഡിയിലേക്ക് പോവും. ബാക്കിയുള്ളത് ഇപ്പൊ എത്രയായി? 16 2 18. ബാക്കി 18 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ, 14 അല്ലെ, 2 8 10 18. 14 ഇലക്ട്രോൺ ഉണ്ട്, അത് 7 എഫിലേക്ക് പോകും. അപ്പൊ നമ്മൾ നോക്കിയാൽ 1 3 4 5 9 7
16. ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പേഴ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പൊ മക്കളെ, രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് എന്ത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. മറ്റൊരു പേര് ആംഗുലാർ ക്വാണ്ടം നമ്പർ. ആംഗുലാർ ക്വാണ്ടം നമ്പർ മറ്റൊരു പേര്. സമ്മർഫീൽഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് സജസ്റ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ, പഠിക്കാനൊന്നുമില്ല. അപ്പോ മാറ്റാതെ ഓക്കെ, കുറച്ച് സ്പേസ് വേണം അതുകൊണ്ട്. യെസ്, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എൽ. എൽ എന്ന അക്ഷരം കൊണ്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. മറ്റേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതായിരുന്നു? സ്മോൾ ലെറ്റർ എൽ ആണെങ്കിൽ ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എൽ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇത്, അല്ലെങ്കിൽ എന്താണ് ഇത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർബിറ്റലിന്റെ പേര് പഠിച്ചു. എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റൽ. ഇതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ഷെല്ലിനകത്താണ് കാണപ്പെടുന്നത് അല്ലെ? ഇപ്പൊ കെ ഷെല്ലിനകത്ത് ഏത് ഓർബിറ്റലാണ് ഉള്ളത്? എസ് ഓർബിറ്റലുള്ളത്. അപ്പൊ ഈ എസ് ഓർബിറ്റലിന്റെ ഓർബിറ്റൽ എന്ന് പറയാതെ സബ് ഷെൽ എന്ന് പറയാം. അതായത് കെ എന്ന് പറയുന്ന ഷെല്ലിനകത്തുള്ള സബ് ഷെല്ല് അതാരാണ്? എസ്. ഓക്കെ, എല്ലിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു എസും പിയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്. മനസ്സിലായോ? ഷെല്ലിനകത്താണ് അത് കാണപ്പെടുന്നത്. ഷെല്ലിനകത്ത് ഓർബിറ്റലിനകത്താണ് ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ആ ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ് ഷെൽ അല്ലെങ്കിൽ സബ് ലെവൽ എന്ന് വിളിക്കാം. അപ്പൊ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുള്ളൂ? സബ് ഷെൽ എന്ന് വിളിക്കുള്ളൂ സാറ്. എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ എന്ന് വിളിക്കുള്ളൂ. അത് ആക്ച്വലി എന്ത് തന്നെയാണ്? ഓർബിറ്റൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഷെല്ലിനകത്തായതുകൊണ്ട് ഷെല്ലിനകത്ത് സബ് ഷെൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ എല് ഡിനോട്ട് എത്ര സബ് ഷെല്ല് ഉണ്ട് എന്നുള്ളതാണ് എല് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് സബ് ഷെൽസ് ഓഫ് സബ് ലെവൽ. സബ് ഷെൽ എത്ര എണ്ണം ഉണ്ട്, സബ് ലെവൽ എത്ര എണ്ണം ഉണ്ട്, ഓരോ ഷെല്ലിനകത്തും എത്ര എണ്ണം ഉണ്ട് എന്നാണത് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണെന്ന് സാർ പറഞ്ഞു തരാം. അപ്പൊ അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഫോർമുല 0 to n-1 ആണ്. അതായത് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്ര സബ് ഷെൽ അതിനകത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഷെൽ n=1 ആണല്ലോ. അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? 2 ഇലക്ട്രോണേ ഉള്ളൂ. സബ് ഷെൽ ആരാണ്? എസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോ ഫസ്റ്റ് ഷെല്ലിൽ ഒരു എസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതായത് 2 ഇലക്ട്രോൺ. കണ്ടോ? 2 ഇലക്ട്രോൺ ഇവിടെ കിട്ടിയോ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിന്റെ വില എന്താണ്? എന്നിന്റെ വില 1 ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എല്ലിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറയണത് 0 to n-1. 0 to n-1. അതായത് 0 to എന്നിന്റെ വാല്യൂ എത്രയാണ്? 1. 1 - 1. 0 to 0. കണ്ടോ? കണ്ടോ? 0. അപ്പോ 0 മീൻസ് എന്താണ്? 0 മീൻസ് എസ്. 0 മീൻസ് എസ്. കിട്ടിയല്ലോ? അപ്പൊ എല്ലിന്റെ വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ അത് എസ് ആയിരിക്കും. എല്ലിന്റെ വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും? എസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഞാൻ അടുത്തത് നോക്കാം. ഇത് മായ്ക്കേണ്ട സാറേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. n=2 ഇതാണ് കേസ്. ഞാൻ ഇത് ഏത് ഷെല്ലാണ്? നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഷെല്ല്. ദിസ് ഇസ് കെ എൽ. എൽ എന്ന് പറഞ്ഞ ഷെല്ലാണ്. ഇതിനകത്ത് നമുക്കറിയാം 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 എസിലേക്കും ബാക്കി 6 പിയിലേക്കും പോകും. നമുക്കറിയാം അല്ലെ? എസ് റെപ്രസെന്റ് ചെയ്യുന്നത് 0 ആണ്. എസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 ആണ്. എസിന് എസ് ആണെങ്കിൽ എസ് ഉണ്ടെങ്കിൽ അവിടെ എൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഉണ്ടെങ്കിൽ എൽ 1 ആയിരിക്കും. മനസ്സിലായോ? എസ് ആണെങ്കിൽ, അതായത് ഈ ഷെല്ലിനകത്ത് എസ് ഉണ്ട്, പി ഉണ്ട്, ഇത് ഓക്കെ ആണല്ലോ. എസ് ഉണ്ടെങ്കിൽ എല്ലിന്റെ വില എന്തായിരിക്കും? 0. പി ഉണ്ടെങ്കിൽ എല്ലിന്റെ വില എന്തായിരിക്കും? 1. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലിന്റെ വില 2 ആണ്. എല്ലിന്റെ വില കാണാൻ പോവുകയാണ് സാറ്. 0 to n-1 = 0 to എന്നിന്റെ വില എത്രയാണ്? 2. 2 - 1 = 0 to 1. 2 - 1 1. അപ്പൊ 0യും ഉണ്ട് 1ഉം ഉണ്ട്. 0 റെപ്രസെന്റ് എസ്, 1 റെപ്രസെന്റ് പി. ക്ലിയർ? യെസ്. അപ്പൊ ആദ്യം മക്കൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? 0 ഇഫ് എല്ലിന്റെ വാല്യൂ
സീറോ ആണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ് എസ്, അത് 1 ആണെങ്കിൽ റെപ്രസെന്റ് പി, 2 ആണെങ്കിൽ റെപ്രസെന്റ് ഡി, കണ്ടോ? 3 ആണെങ്കിൽ റെപ്രസെന്റ് എഫ്. അപ്പോ എല്ലിന്റെ വാല്യൂ എല്ലിന്റെ വാല്യൂ 0 ഉണ്ടെങ്കിൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എൽ റെപ്രസെന്റ് സബ് ഷെൽസ്, നമ്പർ ഓഫ് സബ്, എത്ര സബ് ഷെൽ ഉണ്ടെന്നാണ് എൽ എന്ത് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞു തരുന്നത്. എസ് ഉണ്ടോ, പി ഉണ്ടോ, അവിടെ ഡി ഉണ്ടോ എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലിന്റെ വില 0 ആണെങ്കിൽ അവിടെ എന്തുണ്ട്? എസ് ഉണ്ട്. എല്ലിന്റെ വില 0 കിട്ടി, അപ്പൊ അവിടെ എസ് ഉണ്ട്. എല്ലിന്റെ വില 0യും 1ഉം കിട്ടി, അപ്പൊ 0 ഉണ്ടെങ്കിൽ എസ് ഉണ്ട്, 1 ഉണ്ടെങ്കിൽ പി ഉണ്ട്, അപ്പൊ അവിടെ എസും പിയും ഉണ്ട്. എല്ലിന്റെ വില 0, 1, 2 കിട്ടി, അപ്പോ 0 ഉള്ളത് കൊണ്ട് എസ് ഉണ്ട്, 1 ഉള്ളത് കൊണ്ട് അവിടെ പി ഉണ്ട്, 2 ഉള്ളത് കൊണ്ട് അവിടെ എന്താണ്? ഡി ഉണ്ട്. നമുക്ക് എല്ലിന്റെ വാല്യൂ 4 കിട്ടി. 0, 1, 2, 3, 0 മുതൽ 3 വരെ, 0 മുതൽ 3 വരെ, 0, 1, 2, 3. അപ്പൊ 0 റെപ്രസെന്റ് എസ് ഉണ്ട് അവിടെ, 1 റെപ്രസെന്റ് പി ഉണ്ട് അവിടെ, 2 റെപ്രസെന്റ് ഡി ഉണ്ട് അവിടെ, 3 റെപ്രസെന്റ് അവിടെ ആരുണ്ട്? എഫ് ഉണ്ട്. ഓക്കെ, സപ്പോസ് എന്നിന്റെ വില നമുക്ക് 3 കൊടുത്തു നോക്കാം. സപ്പോസ് n is equal to 3, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ എല്ലിന്റെ വില എന്താ? L is equal to 0 to n minus 1. Okay, that means 0 to n minus 1 എത്രയാണ്? 3 minus 1. 3 minus 1. That means 0 to 2. That is 0 മുതൽ 2 വരെ, 0 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ 0, 1, 2. That 0 represent S, 1 represent P, 2 represent D. മനസ്സിലായോ? അപ്പോ n is equal to 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഷെല്ലിൽ K, സെക്കൻഡ് ഷെല്ലിൽ L, തേർഡ് ഷെൽ M. M ആണ് 2, 8 എത്രയാണ്? 18. കണ്ടോ? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? എത്ര സബ് ലെവൽ ഉണ്ട്? മൂന്നാമത്തെ എനർജി ലെവലില് 3 സബ് ലെവൽ ഉണ്ട്. ഏതൊക്കെയാണ്? എസും പിയും ഡി. സോ ഈ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കിട്ടിയോ? അപ്പൊ എന്താ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതിന്ന്? L 0 വന്നാൽ എസ്, L 1 വന്നു കഴിഞ്ഞാൽ പി, എല്ലിന്റെ വാല്യൂ 2 കണ്ടു കഴിഞ്ഞാൽ ഡി, എല്ലിന്റെ വാല്യൂ 3 കണ്ടു കഴിഞ്ഞാൽ എഫ്, എല്ലിന്റെ വാല്യൂ പറയുന്നത് 0 മുതൽ n മൈനസ് 1 വരെ. ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വാല്യൂ ഓഫ് L is equal to 0 to n minus 1. അപ്പൊ ഇത് എന്തിനാണ് സാറേ? ഏതൊക്കെയാണ് സബ് ലെവൽ എന്ന് അറിയണ്ടേ? ഞാൻ n is equal to 3 എന്ന് പറഞ്ഞ 3 minus 1, 2 വരെ, 0, 1, 2, 3 എണ്ണം എസ്, പി, ഡി. എസും പിയും ഡിയുമാണ് മൂന്നാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ല്. എഫ് അവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ? യെസ്. സോ ഇറ്റ് ടെൽ അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ സബ് ഷെൽ. ഈ ഇതിനകത്തുള്ള ഷേപ്പ് ആണ് നമ്മളോട് പറയുന്നത്. ഈ പി 3 ഉണ്ടെന്ന് ഇത് പറയുന്നില്ല. ഇതെന്താ പറയുന്നത്? പി ഉണ്ടെന്ന് പറയുന്നു, ഡി ഉണ്ടെന്ന് പറയുന്നു. ഡി 5 ഉണ്ടെന്ന് ഇത് പറയോ? ഇല്ല. 5 ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഡി എവിടെ ഉണ്ടെന്ന് പറയുന്നുള്ളൂ. ഡി 5 ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പി എവിടെ ഉണ്ട്? പക്ഷെ പി 3 ഉണ്ടെന്ന് നേരത്തെ കണ്ട അതിവിടെ പറയുന്നുണ്ടോ? ഇല്ല. അത് പറയുന്നത് അടുത്ത ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, സോ എസ് ഇവിടെ ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. എസ് എന്ത് ഷേപ്പാണ്? നമുക്കറിയാം, സ്ഫിയറിക്കല്. പി എന്ത് ഷേപ്പാണ്? ഡംബല്. ഡി എന്ത് ഷേപ്പാണ്? ഡബിൾ ഡംബൽ. എഫോ നമുക്കറിയില്ല, കോംപ്ലക്സ്. സോ ഇറ്റ് ടെൽ അബൌട്ട് ദ ഷേപ്പ് ഓഫ് സബ് ഷെല്ല്. ഏതൊക്കെ ഷേപ്പിലുള്ള സബ് ഷെൽ അതിനകത്ത് ഉണ്ടെന്നും കൂടി ഈ നമ്പർ നമ്മളോട് പറയുന്നുണ്ട്. അടുത്തത്, ഇറ്റ് എക്സ്പ്രസ് ദ എനർജീസ് ഓഫ് സബ് ഷെല്ല്. സബ് ഷെല്ലിന്റെ എനർജിയാണ് പറയുന്നത്. എസ് കഴിഞ്ഞ പി കഴിഞ്ഞ ഡി കഴിഞ്ഞ എഫ്. അപ്പൊ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഈ സബ് ഷെല്ല് പോകുന്നത്. അപ്പൊ എല്ലിന്റെ വാല്യൂ കൂടുമ്പോൾ ദാറ്റ് മീൻസ് എനർജി കൂടുകയാണ്. ദെൻ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം അത് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് സാർ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. h/2π √ L × L+1 എന്നൊക്കെ നിങ്ങൾ +1 പഠിക്കും. ആ എല്ലും L+1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എല്ലിന്റെ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ് അതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എല്ല് ഉപയോഗിക്കുന്നത്. അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി സാർ പറഞ്ഞോട്ടെ. ഒരു ടേബിളൈസ് ചെയ്യാം നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ.
അപ്പൊ n is equal to 1 2 3. ഓക്കെ, 4 കൂടി വേണമെങ്കിൽ വെച്ചോട്ടെ. ദെൻ എല്ലിന്റെ വാല്യൂ. അപ്പൊ എല്ലിന്റെ വാല്യൂ ശ്രദ്ധിക്കേണ്ടത് 0 to n minus 1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 0 to എന്താണ് 1 minus 1 ഇതിന്റെ വാല്യൂ 1 is equal to 0 to 0 equal to 0. 0 റെപ്രസെന്റ് എന്താണ് യെസ്. ഓക്കെ ആണല്ലോ യെസ്. അപ്പൊ സാർ ഇനി അത് എന്താണ് ഇങ്ങനെ പറയുന്നുണ്ട് 0 റെപ്രസെന്റ് യെസ്. അടുത്തത് n is equal to 2 എന്ന് പറയുമ്പോൾ 0 to 2 minus 1. 2 minus 1 എത്രയാണ് 1. അപ്പൊ ഇവിടെ വരുന്നത് 0 വരും 0 to 1 കണ്ടോ. ഓക്കെ, പറയാ സാറ് 0 to n 2 കൊടുക്കുക. അപ്പൊ 2 minus 1 that implies 0 to 1. That implies 0,1. 0,1 മാത്രം ഇവിടെ എഴുതുന്നുള്ളൂ. ശ്രദ്ധിച്ചോളൂ, 0 ഉണ്ടാവും ഇവിടെ, 1 ഉണ്ടാവും. 0 റെപ്രസെന്റ് എസ്, 1 റെപ്രസെന്റ് പി. കിട്ടിയോ? അടുത്ത ശരിയിലേക്ക് വരാം. 3 എന്ന് പറയുന്ന എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 3 minus 1. That implies 0 to 2. That means 0,1, 2. അപ്പൊ ഇവിടെ എല്ലിന്റെ വാല്യൂ എന്താ വരുന്നത് 0 വരാം, 1 വരാം, 2 വരാം. 0 വന്നാൽ എസ്, 1 വന്നാൽ പി എ, 2 വന്നാൽ ഡി എ. മനസ്സിലായോ? അടുത്തത് 4 വരുമ്പോ 0 to എന്താണ് 4 minus 1. That implies 0 to 3. Clear? That implies എന്താണ് 0 1 2 3. ഓക്കെ, അപ്പൊ ഫോർത്ത് ഷെല്ലിലെ എല്ലിന്റെ വാല്യൂ ഏതൊക്കെയാണ് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. 0 വന്നാൽ എസ്, 1 വന്നാൽ പി എ, 2 വന്നാൽ ഡി എ, 3 വന്നാൽ എന്താണ് എഫ്. കിട്ടിയോ? അപ്പോ ഫോർത്ത് ഷെല്ലിലെ എന്തുണ്ട് 4 സബ് ഷെല്ല്, 3 ഷെല്ലിലെ 3 സബ് ഷെല്ല്, 2 ഷെല്ല്, സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെല്ല്, ഇവിടെ ഒരു സബ് ഷെല്ല്. അപ്പൊ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഇതാണ് സാറ് പറഞ്ഞത്, ശ്രദ്ധിക്കണോ. ഇവിടെ ഒരെണ്ണം ഉള്ളെങ്കിൽ ഇത് ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇത് 2 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇത് 3 എണ്ണം, ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം. ദാറ്റ് മീൻ n ഈക്വൽ ടു നമ്പർ ഓഫ് എന്താണ് സബ് ഷെൽ. അപ്പോ എന്നും നമ്പർ ഓഫ് സബ് ഷെല്ലും എന്താണ് മക്കളെ സെയിം ആണ്. എന്നിന്റെ വാല്യൂയും നമ്പർ ഓഫ് സബ് ഷെല്ലിന്റെ വാല്യൂവും സെയിം ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാന്ന് വെച്ചോളൂ. ആദ്യത്തെ 2 ലെറ്ററും പോകുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസിലേക്കാണ്. ഇതിന് നമ്മൾ ഒരു എസ് എന്ന് എഴുതും. കണ്ടോ? ഇവിടെ രണ്ടാമത്തെ ഷെല്ലിലെ എസും പിയും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും 2 എസും 2 പി. ഇതിന്റെ അർത്ഥം പി 2 എണ്ണം എന്നല്ല, രണ്ടാമത്തെ ഷെല്ലിലെ പി, രണ്ടാമത്തെ ഷെല്ലിലെ എസ്. ഇവിടെ വരുമ്പോ നമുക്ക് എന്ത് എഴുതാം 3s 3p പിന്നെന്താ 3d. മൂന്നാമത്തെ ഷെല്ലിലെ എസ്, മൂന്നാമത്തെ ഷെല്ലിലെ പി, മൂന്നാമത്തെ ഷെല്ലിലെ ഡി. ഇവിടെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 4s 4p 4d 4f. വാട്ട് ഇറ്റ് മീൻ? ഇതിന്റെ മീൻ എന്താണ്? 4ലെ എസ് 4s, ഫോർത്ത് ഷെല്ലിലെ പി 4p, ഫോർത്ത് ഷെല്ലിലെ ഡി 4d, ഫോർത്ത് ഷെല്ലിലെ എഫ് 4f. അപ്പൊ ഈ 4 റെപ്രസെന്റ് എന്താണ് എനർജി ലെവൽ. അപ്പൊ 4s എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 4s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ഓർബിറ്റിലാണ്, എസ് സബ് ഷെല്ലാണ്, അത് വരുന്നത് 4ാമത്തെ ഷെല്ലിലാണ്. 3s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ആണ്, 3ാമത്തെ ഷെല്ലാണ് വരുന്നത്. 3d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3ാമത്തെ ഷെല്ലാണ് വരുന്നത്, ആ സബ് ലെവൽ. മനസ്സിലായോ? അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എൽ ഉപയോഗിക്കാം. ഒന്നുകൂടി പറയാം, എൽ ഈസ് നോൺ ആസ് എന്താണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. എൽ റെപ്രസെന്റ് ദ എന്താണ് ഷേപ്പ് ഓഫ് സബ് ഷെല്ല്, നമ്പർ ഓഫ് സബ് ഷെല്ല്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് L is equal to 0 to n minus 1. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് L പറയുന്നത്. ഇപ്പൊ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിനേക്കാളും 1 കുറവായിരിക്കും. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 ആണെങ്കിൽ 1 minus 1 0 എന്ന് പറഞ്ഞാൽ S ആണ്. അടുത്തത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 ആണെങ്കിൽ 0 മുതൽ 2 minus 1 0 മുതൽ 1 വരെ 0 1, അതായത് 0 S 1 എന്താണ് P. അടുത്തത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 ആണെങ്കിൽ 0 മുതൽ
2 മൈനസ് 1. മനസ്സിലായോ? സോറി, 3 ആണെങ്കിൽ 0 മുതൽ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 വരെ 0 1 2. ഓക്കെ, 0 റെപ്രസെന്റ് എസ്, 1 റെപ്രസെന്റ് പി ആൻഡ് 2 റെപ്രസെന്റ് എന്താണ് ഡി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ സബ്ഷെൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ സബ്ഷെൽ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into 2l plus 1. ഈ ഇക്വേഷൻ 2 into 2l plus 1. എന്താണ് അതിന്റെ അർത്ഥം എന്ന് നോക്കാം നമുക്ക്. അപ്പൊ എല്ലിന്റെ വാല്യൂ ആണ് സാർ ഇവിടെ എഴുതുന്നത് 0 1 2 3. അതിന്റെ സബ് ഷെൽ എന്തൊക്കെയായിരിക്കും? സബ് ഷെല്ല് എൽ 0 വന്ന എസ്, 1 വന്ന പി, 2 വന്ന ഡി, 3 വന്ന എഫ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അല്ലെ? എന്റെ ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓരോ സബ് ഷെല്ലിൽ നമുക്കറിയാം. എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയിൽ എത്ര എണ്ണം? 10 എണ്ണം, എഫിൽ എത്ര എണ്ണം? 14 എണ്ണം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എസിൽ എത്ര എണ്ണം വരും? 2 ഇലക്ട്രോൺ അല്ലെ? പിയിൽ 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ എങ്ങനെയാണ് വന്നത്? പി എക്സ്, പി വൈ, പി സെഡ്. ഓക്കെ. ഡിയിൽ വരുമ്പോൾ 10 ഇലക്ട്രോൺ, 5 ഓർബിറ്റൽ ഉണ്ട് അല്ലെ? ഓക്കെ. എഫിൽ വരുമ്പോൾ 14 ഇലക്ട്രോൺ. എന്റെ ചോദ്യം, ഈ നമ്പറുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ നമ്പറുകൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. അപ്പോ 2 എല്ലിന്റെ വില എന്താണ് ഇവിടെ? 0 അല്ലെ? അപ്പോ ഈ ഇക്വേഷൻ പ്രകാരം 2 into 0 plus 1 എന്ന് പറഞ്ഞാൽ 2 into 0 0 plus 1 എന്ന് പറഞ്ഞാൽ 2 into 1 2 ഇലക്ട്രോൺ. കണ്ടോ? സെയിം അല്ലേ? വീണ്ടും എല്ലിന്റെ വില 1 ആണെങ്കിൽ ഇവിടെ എല്ലിന് 1 എന്ന് കൊടുക്കാം. 2 into 1 plus 1. Then 2 into ബ്രാക്കറ്റിനകത്ത് 2 into 1 2, 2 plus 1 3, 2 into 3 6. 6 ഇലക്ട്രോൺ ഇല്ലേ? ഉണ്ട്. ഇനി എല്ലിന്റെ വില 2 ആണെങ്കിൽ, എല്ലിന്റെ വില 2 എന്ന ഡി ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ പുട്ട് ചെയ്യുക. ഇതാണ് 2 into 2 plus 1. That implies 2 into 2 4. 4 plus 1 5. 2 into 5 എത്രയാണ്? 10. 10 ഇലക്ട്രോൺ കിട്ടിയോ? അടുത്തത് L is equal to 3. L is equal to 3 ആണെങ്കിൽ ഇവിടെ L ന് 3 എന്ന് കൊടുക്കുക. അപ്പോൾ L is equal to 3. L is equal to 3 means F. ഓക്കെ. L is equal to 3 means F. F ൽ എത്ര ഇലക്ട്രോൺസ്? അതാണ് ചോദ്യം. ഈ ഇക്വേഷനിൽ L ന് 3 എന്ന് കൊടുക്കുക. അപ്പൊ എന്താവും? 2 into 3 plus 1. That implies 2 into 3 6. 6 plus 1 7. That is equal to 14 electron. അപ്പൊ എല്ല് ഉപയോഗിച്ച് ഒരു സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എസിൽ എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺ. പിയിൽ എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺ. ഡിയിൽ എത്ര ഇലക്ട്രോൺസ്? 10 ഇലക്ട്രോൺ. എഫിൽ എത്ര ഇലക്ട്രോൺസ്? 14 ഇലക്ട്രോൺസ്. അത് പഠിച്ചാൽ മതി. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ല് ഉപയോഗിക്കാം. ആ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് 2 into 2l plus 1. So L represent the shape of the orbital subshell and it also represent the how many electrons can accommodate in each subshell. Maximum number of electrons കണ്ടുപിടിക്കാൻ നമുക്ക് L ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? അസിമെട്രിക് ക്വാണ്ടം നമ്പർ ക്ലിയർ ആണല്ലോ? ചില ഡിഫിക്കൽട്ടീസ് വരും. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക, നോട്ട് എഴുതി വെക്കുക, ഒന്നും കൂടി ട്രൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ? അപ്പോൾ അസിമെട്രിക് ക്വാണ്ടം നമ്പർ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് എന്നിന്റെ വാല്യൂ ഇങ്ങനെ നേരെ കൊടുത്തിരിക്കുന്നു. 1 2 3 4. അടുത്തത് വരുന്നത് ഷെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഷെല്ല് എന്ന് പറയുന്നത് KLMN. നെക്സ്റ്റ് ഒരു കൊടുത്തിരിക്കുന്നത് എല്ലിന്റെ വാല്യൂ എഴുതാനാണ്. എൽ നമ്മൾ കണ്ടു. എല്ലിന്റെ വാല്യൂ ഇവിടെ 0 വരും അല്ലെ? ഇവിടെ ഏതൊക്കെ വരും? എല്ലിന്റെ വാല്യൂ വരുന്നത് ഇവിടെ 0 വരും, 1 വരും. ഇവിടെ 0 1 2 വരും. ഇവിടെ 0 1 2 3 വരും. ഓക്കെ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഷേപ്പ് ഏതാണെന്നാണ്.
സബ്ഷെൽ നിങ്ങൾക്കറിയാലോ, 0 വന്നാൽ എസ്, ഇവിടെ എന്തൊക്കെ വരും, എസും 1 വന്നാൽ പി. ഓക്കെ, ഇവിടെ എസ്, ഇവിടെ പി, ഇവിടെ ഡി, എസ് പി ഡി, ഇവിടെ എസ് പി ഡി എഫ്. ദാറ്റ്സ് ഓൾ. ഈസി അല്ലേ, എളുപ്പല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് ക്വാണ്ടം നമ്പർ ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇപ്പൊ നെക്സ്റ്റ് ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഈ പേരിൽ പഠിച്ചില്ല എന്നേ ഉള്ളൂ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് റെഫേഴ്സ് ടു ദ ഓറിയന്റേഷൻ. എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഓർബിറ്റൽസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ തന്നെ കണ്ടു, എസ് ഓർബിറ്റില് എന്താണ്, എന്ത് ഷേപ്പാണ്, സ്ഫിയറിക്കൽ ഷേപ്പാണ്, അതിന് ഒരു ഓറിയന്റേഷനേ ഉള്ളൂ അല്ലേ? കണ്ടോ, എസ് ഓർബിറ്റല് പ്രത്യേകിച്ച് ഓറിയന്റേഷൻ ഒന്നും തന്നെ എന്താണ് എസ് ഓർബിറ്റലിനുള്ളൂ, ഒരെണ്ണമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ബോൾ സെയിം ആണ്. അതേസമയം നമ്മൾ പിയിലേക്ക് വരുമ്പോൾ 3 ഓറിയന്റേഷൻ ഉണ്ട്, പി എക്സ്, പി വൈ, പി ഇസഡ്. അത് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലെ? ഡിയിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്താണ് 5 ഓറിയന്റേഷൻ കണ്ടു. എഫിലേക്ക് വരുമ്പോൾ 7 ഓറിയന്റേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 3, 5, 7 ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്, എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഓക്കെ, നമുക്ക് നോക്കാം. ക്ലിയർ? യെസ്. അപ്പൊ ഈ നമ്പേഴ്സ് ഓറിയന്റേഷൻ, സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ് എന്നാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ആദ്യമായി പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് സീമൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എം. എം എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ എന്താണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്? നമ്പർ ഓഫ് ഓറിയന്റേഷൻ ഓഫ് എന്താണ്, സബ്ഷെൽ. സബ്ഷെൽ എങ്ങനെയെല്ലാം ഓറിയന്റ് ചെയ്തിരിക്കുന്നു നമ്മൾ കണ്ടു. പി എക്സ് കണ്ടു അല്ലെ, പി വൈ കണ്ടു, ദിസ് ഇസ് പി വൈ, പി എക്സ് കണ്ടു, പി എക്സ് കണ്ടു, അതുപോലെ പി ഇസഡ് കണ്ടു, പി ഇസഡ്. അപ്പൊ പി എന്ന് പറയുന്ന ആൾക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട്. മനസ്സിലായോ? പി എന്ന് പറയുന്ന ആൾക്ക് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 1, 2, 3, 3 ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ ഈ 3 എന്ന സംഖ്യ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നോക്കേ, ഈ പി എന്ന് പറയുന്ന ആളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയണം അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു എൽ വാല്യൂ, എസിന്റെ എൽ വാല്യൂ എന്താണ്? 0. ഓർക്കുന്നുണ്ടോ? പിയുടെ എൽ വാല്യൂ എന്താണ്? 1 അല്ലേ? അപ്പൊ പിയുടെ എൽ വാല്യൂ 1 ആണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചു അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ അല്ലെ? L is equal to 1, that means P. L is equal to 1, that means P. അത് നിങ്ങൾ ഈ ഇക്വേഷനിൽ ഒന്ന് കൊണ്ട് കൊടുത്തു നോക്കിയേ. ഈ ഇക്വേഷനിൽ കൊണ്ട് കൊടുത്തു നോക്കിയേ. നോക്കാം നമുക്ക്. 2 into L is equal to 1. 1 plus 1. 2 plus 1, that is 3. Easy. 3 ഓറിയന്റേഷൻ കണ്ടോ? 1, 2, 3. 3 ഓറിയന്റേഷൻ. മനസ്സിലായോ മക്കളെ? 3 ഓറിയന്റേഷൻ ആണ് എന്തിനുള്ളത്? എസിനുള്ളത്. മനസ്സിലായോ? 3 ഓറിയന്റേഷൻ. അടുത്തത് ഡി. ഡിയുടെ വാല്യൂ എന്താണ്? L is equal to 2. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 ഇവിടെ കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം. 2 into 2 plus 1, that is 4 plus 1 is equal to 5 ഓറിയന്റേഷൻ. നമ്മൾ കണ്ടില്ലേ ഫസ്റ്റ് ഫിഗറിൽ 5 ഓറിയന്റേഷൻ ഉണ്ട് ആർക്ക്? ഡിക്ക്. അപ്പൊ എല്ലിന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ 2L plus 1 കൊണ്ടേ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു നമ്പർ കിട്ടും. അത്രയും ഓറിയന്റേഷൻ ഉണ്ടാവും. അത്രയും ഓറിയന്റേഷൻ എന്തിനുണ്ടാവും? ആ സബ്ഷെല്ലിന് ഉണ്ടാകും എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ല, നിങ്ങൾക്ക് എല്ലിന്റെ വാല്യൂ അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് എന്നിന്റെ വാല്യൂ ആണ് വിചാരിക്കും. സപ്പോസ് n ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്, n ആണ് അറിയണമെങ്കിൽ n സ്ക്വയർ ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ, എന്നിന്റെ വാല്യൂ is equal to 1. n is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഷെല്ലാണ് അല്ലെ? അപ്പൊ n സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. കണ്ടോ? എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും? ഒരു ഓറിയന്റേഷൻ ഉണ്ടാവും. അടുത്തത് n is equal to 2 ആണ്. അപ്പൊ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ L ആണ്. അവിടെ നമുക്ക് എന്താണ് കിട്ടുക? 4 ആണ് കിട്ടുക. അപ്പൊ എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും? 4 ഓറിയന്റേഷൻ ഉണ്ടാവും. ഈ 4 ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ആരുടെയൊക്കെയാണ്? എല്ലിൽ ആരൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്. എസിന്റെ ഒരെണ്ണമാണല്ലോ, ബാക്കി 3 ആരുടെ ആയിരിക്കും? പിയുടെ ആയിരിക്കും. അപ്പൊ എത്ര ഓർബിറ്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് n സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കാം. അത്രയും തന്നെ എന്താണ്? ഓറിയന്റേഷൻ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയാം എൽ എന്ന് പറഞ്ഞ ഷെല്ലില് 4 സബ് ഷെൽ ഉണ്ട്. എസ് ഉണ്ട്, 3 പി ഉണ്ട്, മൊത്തം 4 എണ്ണം അല്ലേ? ശരിയല്ലേ? ഈ 4 എണ്ണം തന്നെയാണ് ഓറിയന്റേഷൻ. എസിന് ഒരു ഓറിയന്റേഷൻ, പിക്ക് 3 ഓറിയന്റേഷൻ, മൊത്തം 4 ഓറിയന്റേഷൻ. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന്
നമുക്ക് ഒരു ഷെല്ലിനകത്ത് എത്ര ഓറിയന്റേഷൻ ഉള്ള ഓർബിറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അത് ഓർബിറ്റലിന്റെ എണ്ണവും ഈ പറയുന്ന എന്താണ് ഓറിയന്റേഷൻ എണ്ണവും സെയിം ആണ് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓഫ് എസിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 ആണ്. അപ്പൊ 0 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 0 വന്നു കഴിഞ്ഞാല് നോ ഓറിയന്റേഷൻ, ഒരു ഓറിയന്റേഷനും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? 0 വന്നു കഴിഞ്ഞാൽ നോ ഓറിയന്റേഷൻ, ഒരു ഓറിയന്റേഷനും ഇല്ല. അപ്പോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് ഗീവ്സ് യു എന്താണ് നമ്പർ ഓഫ് ഓറിയന്റേഷൻ. ബട്ട് സാർ ഇവിടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞിട്ടില്ല. ഇതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ. -L2 + L. എന്താണ് -L2 + L? എന്താണ് അതിന്റെ മീനിങ് നമുക്ക് നോക്കാം. -L2 + L ഇതാണ് സാറ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ കേട്ടോ. നമുക്കറിയാം L is equal to 0 which means yes. ഓക്കെ, അപ്പൊ -L എന്ന് പറഞ്ഞാൽ എന്താ? -0 2 + 0. നോക്കിയാ -0 + 0 ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പോ ഉത്തരം എന്ത് തന്നെയാണ്? 0. ഓക്കെ, 0 ഓറിയന്റേഷൻ. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല, അതിന്റെ അർത്ഥം എന്താ? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറിയന്റേഷനേ ഉള്ളൂ, അതായത് എങ്ങും ഓറിയന്റേഷൻ ചെയ്യുന്നില്ല. അപ്പൊ എസ് എന്ന് പറയുന്നതിന് എങ്ങുമില്ല, എക്സ് ആക്സിസ് വൈ ആക്സിസ് സെപ്പറേറ്റ് പറയാൻ പറ്റുന്നില്ല, 0. അപ്പൊ എസിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 ആണ്. അപ്പൊ എസിന്റെ എല്ലാം 0 ആയിരുന്നു സാർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും 0 ആണ്. ഇനി അടുത്തത് നോക്കാം. സപ്പോസ് L is equal to 1, that represent P. ഓക്കെ, ക്ലിയർ? അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് -L, that is -1, 2 + L + 1, അതായത് -1 0 + 1. -1 തുടങ്ങി +1 വരെ 3 വാല്യൂസ്. ദാറ്റ് ഈസ് Px, Py, Pz. കണ്ടോ? മനസ്സിലായോ? അപ്പോ പിയുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് -1 വരാം, 0 വരാം, +1 വരാം. അതായത് Px, Py, Pz. അപ്പൊ എത്ര ഓറിയന്റേഷൻ വരും? 3 ഓറിയന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡി. ഈ രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടെയായിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, നേരത്തെ പഠിപ്പിച്ച മെത്തേഡ് ചെയ്താലും മതി. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു, ഡിയുടെ വാല്യൂ എന്താണ്? എസിന്റെ വാല്യൂ 0, ഡിയുടെ വാല്യൂ വരുമ്പോ S1 S0 P1 D2. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ L = 2 ആണെങ്കിൽ ദാറ്റ് മീൻസ് ഡി സബ്ഷൻ. L = 2 ആണെങ്കിൽ ഡി സബ്ഷൻ. അപ്പോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് -L2 + L, അതായത് -22 + 2. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, -2 കഴിഞ്ഞാൽ -1 0 1. അപ്പൊ എത്ര എണ്ണം വന്നു നോക്കിയേ? 1 2 3 4 5 ഓറിയന്റേഷൻ. അപ്പൊ ഡി ഓർബിറ്റലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 5 ഓറിയന്റേഷൻ. ഇപ്പൊ ഡി ആണെങ്കിൽ മക്കളെ, ഡി ആണെങ്കിൽ എന്തൊക്കെ വരും? -2 -1 0 +1 എന്താണ്? +2. അതായത് -2 മുതൽ +2 വരെ. കണ്ടോ? സോ ദാറ്റ് മീൻസ് 5 ഡി ഓർബിറ്റൽസ്. 5 ഡിക്ക് 5 ഡി ഓറിയന്റേഷൻ, 5 ഓറിയന്റേഷൻസ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് when L is equal to 3, L is equal to 3, 3, എല്ലിന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം F ഓർബിറ്റലാണ്. അപ്പോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെയായിരിക്കും? -L2 + L, ദാറ്റ് ഈസ് -3 -2 -1 0 1 2 3. എത്ര ഉണ്ടെന്ന് നോക്കി? 1 2 3 4 5 6 7. അപ്പൊ എഫ് ഓർബിറ്റൽ ആണെങ്കിൽ, മനസ്സിലായോ? എഫ് സബ്ഷെൽ ആണെങ്കിൽ -3 -1 -2 -1 0 +1 +2 +3, മൊത്തം 7 ഓറിയന്റേഷൻ ആണ് ഉണ്ടാവുക. കിട്ടിയല്ലോ? യെസ്. അപ്പൊ എല്ലിൽ നിന്നുകൊണ്ടാണ്, അതായത് അസിമെട്രിക് ക്വാണ്ടം നമ്പറിൽ നിന്നുകൊണ്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? ഇനി വേറെ രീതി കൂടി പറയാം, വിഷ്വൽ റെപ്രസെന്റേഷൻ പറഞ്ഞുതരാം. ഇപ്പൊ എസ് ഇങ്ങനെയാണ്, ഇവിടെ സാർ ഇങ്ങനെ വരയിട്ട് ഒരു ബോളാണ്. ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും തോന്നില്ല, കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓറിയന്റേഷൻ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോ എസ് ആണ് ഓറിയന്റേഷൻ 0, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0. യെസ്.
ഇനി നോക്കിക്കോളൂ കേട്ടാ. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ഈ ഒരു സാധനത്തിന് ഞാൻ ഇവിടെ ഒരു വരി കിട്ടും. ഓക്കെ, ക്ലിയർ. ഇനി ഒന്ന് കറക്കുമ്പോഴോ ഈ വര അപ്പുറത്തേക്ക് പോയി പിന്നെ കറങ്ങി വരണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടൊരു കറക്കം ഉണ്ടായെന്ന് തോന്നും അല്ലെ? ഇങ്ങോട്ടൊരു കറക്കം. ക്ലിയർ. +1. തിരിച്ചു ഇറക്കിയാലോ ഇങ്ങോട്ടൊരു കറക്കം -1. അപ്പൊ ഈ ഒരു വര അങ്ങോട്ട് ഇറങ്ങുമ്പോ ടാക്ക 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 ടാക്ക, കണ്ട ഒരു ഓറിയന്റേഷൻ. ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ടാക്ക ടാക്ക ടാക്ക, ഒരു ഓറിയന്റേഷൻ. ഈ സമയങ്ങളിലൊക്കെ ഈ സെന്ററിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതെപ്പോഴും അങ്ങനെ അവിടെ തന്നെ ഉള്ളത് പോലെ തോന്നും. ദാറ്റ് ഈസ് 0. സെന്ററിലുള്ളത് 0. ഇത് +-1. 3 ഓറിയന്റേഷൻ. ദിസ് ഈസ് എസ് ആൻഡ് ദിസ് ഇസ് പി. കിട്ടിയോ? കിട്ടിയോ? ഇനി ഡിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു ബോൾഡ് വിചാരിക്കുക. ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങിയാൽ 0. ഓക്കെ, ഇത് ഒരെണ്ണുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാല് അങ്ങോട്ട് ഇറങ്ങിയാൽ +1, ഇങ്ങോട്ട് ഇറങ്ങിയാൽ -1. 2 വരെ അപ്പൊ നാലോചിക്ക്, 2 ഇറങ്ങിയാല് അങ്ങോട്ട് 2, ഇങ്ങോട്ട് 2. അപ്പോ +2 -2. ഓക്കെ, ഇത് ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ്. ഫസ്റ്റത്തെ കറങ്ങുമ്പോ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ +1, ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ -1. രണ്ടാമത്തെ ലൈൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ +2, ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ -2. കണ്ടോ? നടുവിലത്തെ ലൈൻ നോ ഓറിയന്റേഷൻ. അപ്പൊ 5 എണ്ണം വന്നാണ്ടോ, 5 എണ്ണം. ഇതെന്താണ്? ഡി. ഇനി നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്താണ് സാർ ഇങ്ങനെ റൗണ്ട് വരച്ചു. ദിസ് ഇസ് 0. ഓക്കെ, 1 2 3. കണ്ടോ? 1 2 3. സോ +3 -3. അങ്ങോട്ട് 3 എണ്ണം, ഇങ്ങോട്ട് 3 എണ്ണം. ഇനി 2 എണ്ണം എടുത്ത് അങ്ങോട്ട് 2 എണ്ണം, ഇങ്ങോട്ട് 2 എണ്ണം, അങ്ങോട്ട് ഒരെണ്ണം, ഇങ്ങോട്ട് ഒരെണ്ണം. സോ എത്ര എണ്ണമായി? 1 2 3 4 5 6 7 ഓറിയന്റേഷൻ. സോ ദിസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് വാട്ട്? ഓറിയന്റേഷൻ. ഓരോ ഓർബിറ്റിലും ഓരോ സബ്ഷെല്ലും എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എന്താ പറയാ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ടേബിൾ. അപ്പൊ അതിനകത്ത് വരുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ n is equal to 1 2 3 4 അല്ലെ? 4 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴെ എന്ത് ഷെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഷെല്ലുകൾ ഏതൊക്കെയാണ്? K L M N. ഓക്കെ, K L M N അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് അടുത്ത് തന്നെ സബ്ഷെല്ലാണ്. സബ് ഷെൽ. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാലോ, കെയിനകത്തുള്ള സബ്ഷെൽ എസ്, എല്ലിനകത്ത് എന്തുണ്ട്? എസും പിയും. ഓക്കെ, എമ്മിനകത്ത് എസ് പി ഡി, ഇതിനകത്ത് എസ് പി ഡി എഫ്. 4 എണ്ണം. ക്ലിയർ. ഇതിന് അടുത്തുള്ളത് നമ്പർ ഓഫ് ഓർബിറ്റിലാണ്. നമ്പർ ഓഫ് ഓർബിറ്റ്. ഇവിടെ ഓരോ ഓർബിറ്റിലുള്ളൂ. അപ്പൊ 1. ഇവിടെ എത്ര ഓർബിറ്റിലുണ്ട്? 2. ഇവിടെ ഓർബിറ്റിൽ എത്ര ഉണ്ട്? 3. ഇവിടെ എത്ര ഓർബിറ്റിലുണ്ട്? 4. നിങ്ങൾ നോക്കിയേ, ഈ എണ്ണവും സെയിം അല്ലേ? കണ്ടോ? അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റിലും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും എന്താണ്? സെയിം ആണ്. നമ്പർ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബ്ഷെൽ. ഓക്കെ, ഇവിടെ എത്ര സബ്ഷെൽ ഉണ്ട്? എസും പിയും. ഇവിടെ എത്ര ഉണ്ട്? എസ് പി ഡി. അതിനകത്ത് എത്ര ഉണ്ടെന്ന് ഓറിയന്റേഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ. അപ്പോ ഇനി ടോട്ടൽ നമ്പർ ഓഫ് എന്താണ്? സബ്ഷെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് എത്ര എണ്ണം, പി എത്ര എണ്ണം. എസ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. പി എത്ര എണ്ണം ഉണ്ട്? 3. അപ്പൊ ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് സൂചിപ്പിക്കുന്നത്. 1 3. ഇവിടെ എത്ര ഉണ്ട്? എസ് 1, പി 3, ഡി എത്രയാണ്? 5. ഇവിടെ എത്ര ഉണ്ട്? എസ് 1, പി 3, ഡി 5, എഫ് എത്രയാണ്? 7. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയ ടോട്ടൽ എത്ര വരും? 4. ഇത് കൂട്ടുമ്പോ ടോട്ടൽ എത്ര വരും? 5 3 8 1 9. ഇത് കൂട്ടുമ്പോ ടോട്ടൽ എത്ര വരും? 5 3 8 9 7 16. ദാറ്റ് ഈസ് എന്നിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ ആണിത്. ഇവിടെ വന്നിട്ടാ. ഓക്കെ, ഈ 2ന്റെ സ്ക്വയർ ആണ് 4. കണ്ടോ? 2 സ്ക്വയർ. 3ന്റെ സ്ക്വയർ ആണ് 9. കണ്ടോ? 3 സ്ക്വയർ. 4ന്റെ സ്ക്വയർ ആണ് 16. കണ്ടോ? 4 സ്ക്വയർ. ഇങ്ങനെ ഒരു ടേബിള്, അതങ്ങനെ മനസ്സിലാക്കുക. ഇനി വേറൊരു ടേബിളും കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതോട് ബന്ധപ്പെട്ടായതുകൊണ്ട് പറയുന്നുള്ളൂ കേട്ടോ.
അവിടെ n ഈസ് ഈക്വൽ ടു എന്താണ് 1 2 3 4 നാലെണ്ണം. പിന്നെ തന്നിരിക്കുന്നത് സബ്ഷെൽ ആണ്. സബ്ഷെൽ ഓക്കെ. സബ്ഷെൽ ഏതൊക്കെയാണ്? കെ എൽ എം എൻ. ക്ലിയർ ആണല്ലോ സബ്ഷെല്. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? അതെങ്ങനെ കണ്ടുപിടിക്കും? 2n² അല്ലെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ 2 ഇലക്ട്രോൺസ്, 8 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോൺസ്, 32 ഇലക്ട്രോൺസ്. ക്ലിയർ? അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ ഏതാണ്? എൽ. എൽ വാട്ട് ഈസ് എൽ? എല്ലിന്റെ വാല്യൂ അല്ലെ. എൽ ഇവിടെ എന്താണ്? എസ്. എന്താണ് എല്ലിന്റെ വാല്യൂ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എല്ലിന്റെ വാല്യൂ എങ്ങനെയാണ്? n-1. മനസ്സിലായോ? 0 to n-1. ഓക്കെ. അപ്പൊ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ 1 - 1 0 0 0. കിട്ടിയോ? ഇവിടെ വരുമ്പോഴോ 0 to എന്താണ്? n-1. എന്നിന്റെ വാല്യൂ ഇവിടെ 2 ആണ്. 2 - 1 ദാറ്റ് ഈസ് 0 to 1. അപ്പൊ ഏതൊക്കെയാണ് വരിക? 0-ഉം 1. എല്ലിന്റെ വാല്യൂ ഓക്കെ. യെസ്. ഇവിടെ വരുമ്പോ എന്താണ്? n-1. 0 to n-1. എന്നിന്റെ വാല്യൂ ഇവിടെ 3 ആണ്. 3 - 1 എന്ന് പറഞ്ഞാൽ 2. 3 - 1 2. 0 to 2 എന്ന് പറയുമ്പോ 0 1 2. അടുത്തത് 0 to 3. 0 1 2 3. ക്ലിയർ? യെസ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഇതിന് ഓരോന്നിന്റെയും ഉൾപ്പെടുന്ന സബ്ഷെൽ ആണ്. എസ് ആയതുകൊണ്ട് 0 ആയതുകൊണ്ട് എസ്. ഇവിടെ ഒരു എസ്. ഇവിടെ എന്താണ്? പി. ആൻഡ് ദിസ് ഈസ് എസ് പി ഡി. ഇവിടെ എന്താ അറിയാലോ? എസ് പി ഡി എഫ് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വാല്യൂസ്. ക്ലിയർ? അടുത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് ഓർബിറ്റൽ. നമ്പർ ഓഫ് ഓർബിറ്റൽ. ഓർബിറ്റലിന്റെ എണ്ണം. ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇത് എത്ര എണ്ണം ഉണ്ട്? 3. ഇതോ 1 3 5 അല്ലെ. ഇത് 1 3 5 എന്താണ് 7. കണ്ടോ? ആക്ച്വലി ദിസ് ഈസ് എന്താണ്? ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ മനസ്സിലായോ? ഓറിയന്റേഷൻ നമ്മൾ എങ്ങനെ പഠിച്ചത്? -L2 + L. -L2 + L. അപ്പൊ ഇവിടെ 0 ആയതുകൊണ്ട് ഓറിയന്റേഷൻ എന്താണ്? 0 ആണ്. മനസ്സിലായോ? കണ്ടോ? -02 + 0. ഓറിയന്റേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ആർക്ക്? എസിന് ഓറിയന്റേഷൻ ഇല്ല. ഓക്കെ. ഇനി ഇവിടെ വരുമ്പോ ഇവിടെ എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 1 ഉണ്ട്. അപ്പൊ ഓറിയന്റേഷൻ ഇല്ലാത്ത എസ് ഉണ്ട്. ഓറിയന്റേഷൻ ഉള്ള 1 ഉണ്ട്. എല്ലിന്റെ വാല്യൂ 1. എല്ലിന്റെ വാല്യൂ 1 ആവുമ്പോ എന്താ പറയുക? നമ്മൾ പഠിച്ചത് -L2 + L. ദാറ്റ് ഈസ് -1 to +1. -1, 0, +1. കണ്ടോ? അപ്പൊ 3 ഓറിയന്റേഷൻ ഉണ്ട്. ഓക്കെ. ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻ ആണ്. റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n²ഉം നമ്പർ ഓഫ് ഓർബിറ്റൽ കാണാനുള്ള ഇക്വേഷൻ n². ഇത് രണ്ടും നിങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി സാർ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓർബിറ്റലിന്റെ എണ്ണമാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഒരു ഓർബിറ്റലിൽ ഒരു സബ്ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 2 എണ്ണം. ക്ലിയർ ആണോ? ദെൻ മൂവ് ടു ദ ലാസ്റ്റ്. ഈ ഒരു കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു. ലാസ്റ്റത്തെ ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ക്ലിയർ? മക്കളെ, ലാസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. വളരെ ഈസിയാണ്, ഒന്നുമില്ല. നിങ്ങൾ ഇലക്ട്രോണിനെ ഇവിടെ ഒരു ബോൾ ആയിട്ട് സങ്കല്പിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. വേഗമായിട്ടൊക്കെ സങ്കല്പിച്ചാൽ മനസ്സിലാവില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. ഈ ഒരു സാധനം സാറ് ഇങ്ങനെ കിടക്കുന്നു. കണ്ടോ? ഇങ്ങനെ കിടക്കുന്നു. കണ്ടോ? ഇതെങ്ങനെ കിടക്കണേ? ക്ലോക്ക് കിടക്കണമല്ലേ? തിരിച്ചും കിടക്കാം, ആന്റി ക്ലോക്ക് വൈസ്. ഇലക്ട്രോൺ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ഭൂമി എങ്ങനെയാണ്? നമ്മുടെ സൂര്യനെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്നത് നമുക്കറിയാമല്ലോ. ഒപ്പം തന്നെ ഭൂമി ഒന്ന് സ്വയം കറങ്ങുന്നില്ല, ശരിയല്ലേ? അതുപോലെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്പിൻ ചെയ്യുന്നു. ഓപ്പോസിറ്റ് സ്പിൻ ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ +½ എന്നും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -½ എന്നും പറയാം. അത്രേ ഉള്ളൂ. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ +½ അല്ലെങ്കിൽ -½ ആയിരിക്കും. ഓക്കെ. ആക്ച്വലി നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആക്ച്വലി ഇലക്ട്രോണിന് സ്പിൻ ചെയ്യാൻ കഴിയില്ല തിയറിറ്റിക്കലി. പക്ഷെ അത്തരം ഡീറ്റെയിൽസ് ഡീപ്പിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ കറക്കമാണ്, റൊട്ടേഷൻ. ഓക്കെ. അപ്പൊ അവിടെ
ഇലക്ട്രോണിന്റെ റൊട്ടേഷൻ പ്ലസ് ഹാഫ് ആകാം അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആകാം. മറ്റേതുപോലെ 0, 1, 2, 3 അങ്ങനെ ഒന്നിനും അതൊന്നും കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ്. എസ് ഉപയോഗിച്ചാണ് നമ്മൾ ലെറ്റർ സൂചിപ്പിക്കുന്നത്. ഗോൾഡ് ഷിഫ്റ്റും ആൻഡ് ഉലൻ ബാക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത്. ഷോഡിംഗറിന്റെ വേവ് ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയതല്ല ഇത്. മനസ്സിലായോ? ഷോഡിംഗറിന്റെ വേവ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടല്ല ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലായിരിക്കാം ഇതിന്റെ സ്പിൻ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങാം അല്ലെങ്കിൽ തിരിച്ച് ഇറങ്ങാം. ഓക്കെ, അപ്പൊ ഈ 4 കോണ്ടന്റ് നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എൻ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, എൽ എന്താണ് അസിമത്തിൽ കോണ്ടന്റ് നമ്പർ, എം മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, എസ് സ്പിൻ കോണ്ടന്റ് നമ്പർ. അപ്പൊ ഒന്നാമത്തെ കേസ് എടുക്കാം. ഈ ഒരു കേസിൽ ഇപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ, ഇത് മാറ്റാൻ ഫസ്റ്റത്തെ കേസ് n = 1. ഓക്കെ, നിങ്ങളോട് ഇതിന്റെ വാല്യൂ എഴുതാൻ പറയാണ്. അപ്പൊ എന്ത് എഴുതുന്നത്? n = 1. എല്ലിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ? 0 to n - 1. ഓക്കെ, അപ്പൊ 0 2 എന്നിന് 1 അല്ലേ, അപ്പൊ എന്താ 1 - 1 0 to 0. നമ്മൾ 0 എന്ന് എഴുതി. അപ്പോ ഇവിടെ അസിമിത്തിൽ കോണ്ടന്റ് നമ്പർ 0, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്താ? -L2 + L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിന്റെ -0 to +0 0 തന്നെ. ക്ലിയർ ആയല്ലോ മക്കളെ? ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി സാറിന് വലുതാക്കിയിട്ട് നമുക്കൊരു മൊത്തത്തില് ഒരു കലാശക്കൊട്ട് പോലെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കളയാം. ഓക്കെ, ഇത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, ഇത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, സ്പിൻ കോണ്ടന്റ് നമ്പർ. ഇതോടുകൂടി നമുക്ക് ക്ലിയർ ആവട്ടോ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 എന്താണ് ഇതിന്റെ അർത്ഥം? കെ ഷെൽ. കിട്ടിയോ? അപ്പോ അതിന്റെ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ അറിയണം. അത് നമ്മൾ പഠിച്ചേക്കുന്നത് എന്താ? 0. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0 to n - 1. ഓക്കെ, സോ 0 to 0 സോറി 1 - 1 0 to 0 0 നമ്മൾ ചെയ്തതാ. എം എന്ന് പറഞ്ഞാൽ എന്താ? -L2 + L. അപ്പൊ -0 to +0 എന്ന് പറയാൻ പറ്റും. അപ്പൊ 0. എസ് എന്താ? +½ ഓർ മൈനസ്. അപ്പൊ ഒന്നാമത്തെ മനസ്സിലായി, ഒന്നാമത്തെ എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാവും. രണ്ടാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ എൽ ഷെൽ. ഓക്കെ, എന്താണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? 0 to n - 1. അതായത് 0 to ഇവിടെ n എത്രയാണ്? 2 ആണ്. 2 - 1 0 to 1 0 1. കണ്ടോ? അപ്പൊ ആൻസർ എഴുതാൻ പോണ സാർ എന്താണ്? 0 ഉം 1. ഇങ്ങനെ താഴേക്ക് ആൻസർ എഴുതി 0 ഉം 1. ഓക്കെ, അപ്പൊ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താണ്? 0. ഓക്കെ, എല്ലിന്റെ വാല്യൂ 1 വരുമ്പോ എമ്മിന്റെ വാല്യൂ എന്താ? -1 0 +1. കണ്ടോ? -L2 + L. അപ്പൊ എല്ലിന്റെ വാല്യൂ 1 വരുമ്പോ എം മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് റെപ്രസെന്റ് -L എല്ലിന്റെ വാല്യൂ 1 -L2 + L -L2 + L. സോ -1 to +1. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 4 എണ്ണം ഉണ്ട്. എല്ലായിടത്തും -½ +½ +½ -½ -½ കണ്ടാ? ഇതെല്ലാം ഓർബിറ്റിലാണ്. PX PY PZ S. കണ്ടാ? അടുത്ത ഒരെണ്ണം കൂടി ഇതിന്റെ സാർ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് എന്താണ് സെക്ഷൻ. n = 3. Think n = 3. 0 to 3 - 1 0 to 2 0 1 2 0 1 2. ഓക്കെ, അടുത്തത് m -L2 + L -0 to +0 0 -1 to +1 that is -1 0 +1. അടുത്തതോ -2 to +2 that is -2 -1 0 +1 +2. കണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ എന്ത് വരും? +½ -½ ഇവിടെ എല്ലാം ഇപ്പൊ എഴുതിയ പോലെ തന്നെ 3 പ്രാവശ്യം വരും. +½ +½ +½ -½ -½ കണ്ടോ? ഇവിടെയോ 5 പ്രാവശ്യം വരും. +½ +½ +½ +½ +½ -½ -½
-. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? 2l + 1 അല്ലേ? അപ്പോ ഇഫ് l = 1 ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? l ന് 1 എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 × 1 + 1 2 + 1 3 3 ഓറിയന്റേഷൻ വരും, 3 എണ്ണം വരും കണ്ടോ? ഓക്കെ, ഇഫ് l = 2 ആണെങ്കിൽ 5 എണ്ണം വരും, 5 എണ്ണം. അതെങ്ങനെ കിട്ടും? l ന് 5 എന്ന് കൊടുക്കുക, 2 × 5 + 1 ദാറ്റ് ഈസ് 2 എന്ന് കൊടുക്കുക, 2 × 2 + 1 ദാറ്റ് ഈസ് 4 + 1 = 5. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വാണ്ടം നമ്പേഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ എങ്ങനെയൊക്കെയാണ് സബ്ഷെല്ലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സബ്ഷെൽ എന്താണ്, എത്ര സബ്ഷെൽ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയൂലേ, പേര് പറയും, നമ്മുടെ വീടിന്റെ വീട്ടുപേര് പറയും, പിൻകോഡ് പറയും, പോസ്റ്റ് ഓഫീസ് പറയും അല്ലെ, 4 പറയില്ലേ? അത്രയും ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം അഡ്രസ്സിലേക്ക് എത്തും. അതുപോലെ നമുക്ക് എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തില് അതിന്റെ അറേഞ്ച്മെന്റ് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്വാണ്ടം നമ്പേഴ്സ് വേണം. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമന്റ് ഇടണം, ഒരു ലൈക്ക് ഇടണം, ഷെയർ ഇടണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അവരും പഠിക്കുമല്ലോ എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? മാത്രമല്ല ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പോകരുത്, മറിച്ച് ഇത് ഫുള്ള് ഇരുന്ന് കണ്ടിട്ട് സാറിന് വീസ് തരാം. ഓക്കെ, ക്ലിയർ? അപ്പൊ അടുത്ത പാട്ട് വേഗം വേണമെങ്കിൽ അത് ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ കണ്ടോ, നമ്മുടെ മഷിയൊക്കെ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സാറിനെ സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. വെറും മാസം 29 രൂപ കൊടുത്തുകൊണ്ട് ഒരു സ്പോൺസർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 29 രൂപ ആവുള്ളൂ. എല്ലാ മാസവും ആവും. 10 മാസം കഴിയുമ്പോൾ നിങ്ങൾ SLC കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺസബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ആ ഒരു 29 രൂപ നമുക്ക് മഷി വാങ്ങാം. മനസ്സിലായോ? അപ്പൊ മഷിയൊക്കെ തീർന്നു. അപ്പൊ ഭയങ്കരമായിട്ട് മഷി വരും, നല്ലൊരു എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ താഴെ നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പറായിട്ട് ജോയിൻ ചെയ്യുക. അതിൽ കൂടുതൽ പൈസ തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ള 29 കഴിഞ്ഞിട്ട് പിന്നെയും എന്താണ് നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഇതൊന്നും നിർബന്ധമല്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ള. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. വെറും 29 രൂപ മന്ത്ലി ആവും, ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഓണം എക്സാം ആണ്. അതിന് മുന്നേയായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് നന്നായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.